ദൈവത്താൽ ഉളവാകുന്ന ചിന്തകളുണ്ട്. ആ ചിന്തകൾക്കകത്ത് എനിക്ക് വേണ്ട വഴികളും ദൈവികമായ ഇടപെടലുകളെയുണ്ട്. അപ്പോൾ ഒരു വ്യക്തി വചനം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം വചനം പറയാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, എലീശ പ്രവാചകൻ ആ വിധവയായ സഹോദര ഭവനത്തിൽ വന്ന് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു വാതിലിനെ ആ ഭവനത്തിൽ കർത്താവ് തുറന്നതുപോലെ ഇന്ന് ഈ ദിവസങ്ങളിൽ കർത്താവിൽ വചനം വിളിച്ചു പറയുന്നവർ ഉള്ളത്തിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ അനുഭവിക്കുവാൻ പാകത്തിൽ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. ആമേൻ. നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ ഇന്ന് സഹായിക്കുമാറാകട്ടെ. പിന്നീട് നമുക്ക് തുടർമാനമായിട്ട് യാക്കോബിന്റെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത്. തുടർമാനമായിട്ട് നമുക്കിന്നും യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിന്റെ അകത്തുനിന്ന് ചില വാക്യങ്ങളിലേക്ക് ഒന്ന് പോകാം. അവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കുക. പ്രത്യേകിച്ച് ദൈവിക ആലോചനകൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന സമയത്ത് നിങ്ങൾ കഴിവതും നിങ്ങൾ ഇവിടെ നിന്ന് ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്യുക. നിങ്ങളുടെ മൈക്കിന്റെ ചിത്രം അവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ സ്ക്രീനിന്റെ ഇടതുവശത്തായിട്ട്. അത് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്കൊന്നും സംസാരിക്കാൻ ഇല്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. കാര്യം ദൈവിക ആലോചന ഇടപെടുന്നവർക്ക് പ്രതികരിക്കുവാൻ, അല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഡിലേ വരാതിരിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ എപ്പോഴും പറഞ്ഞില്ല, നിങ്ങൾ നേരിട്ട് നമ്മൾ ഇനി കാണുന്ന സമയത്താണെങ്കിൽ പോലും കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ദൈവദാസന്മാരെ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും അവർക്കൊരു കംഫർട്ട് സോണിലേക്ക് എത്തിക്കാൻ നോക്കുക. അവരെപ്പോഴും സ്വസ്ഥതയോടെ ശുശ്രൂഷ ചെയ്യുവാൻ സമ്മതിക്കുന്നുവെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക്, കൂടുതൽ ദാഹമുള്ളവരായിരിക്കുന്നുവെങ്കിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുവാൻ കർത്താവ് സഹായിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു വാക്കിങ്ങനെയാണ്, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ അത് ചെയ്യുന്നവരായിരിക്കും. ബൈബിള് പറയുകയാണ്, വചനം കേൾക്കുന്നവരാകാതെ, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തത് കൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിൽ ചെയ്യുന്നവരായിരിപ്പിൻ എന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ ബൈബിള് പറയാണ്, കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് അത് ചെയ്യാതിരുന്നാൽ, നോക്കി ആ വാക്ക് നോക്കിയാണ്, കേൾക്കുക മാത്രമല്ല അത് ചെയ്യാതിരുന്നാൽ നിങ്ങളെ തന്നെ ചതിക്കുന്നവർ ആകും എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വചനം കേൾക്കുന്ന ഒരു വ്യക്തി, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വചനം കേൾക്കുക മാത്രമല്ല അതിന്റെ പ്രവൃത്തിയിലേക്കും കൂടെ പോകണം എന്നവിടെ വചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ താഴത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. എന്താണ് ഇവിടെ യാക്കോബ് ശ്ലീഹ ഉദ്ദേശിച്ചിരിക്കുന്ന എന്നുള്ള വാക്കിലേക്ക് ഒന്ന് വരാം. നമ്മളവിടെ കാണുന്ന സമയത്ത് വചനം കേൾക്കുകയും വചനത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക്, അവിടെ ആ പ്രവൃത്തി എന്ന പദത്തിലേക്ക്, അതായത് ചെയ്യുക എന്ന പദത്തിലേക്ക് കൊടുത്തേക്കുന്ന വാക്ക് എന്താണ്, എ മേക്ക് അല്ലെങ്കിൽ എ പ്രൊഡ്യൂസ് എന്നൊരു വാക്ക് കൊടുത്തേക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങളിൽ നിന്ന് തന്നെ ഫലങ്ങൾ പുറത്തു വരണം, നിങ്ങളിൽ തന്നെ ഒരു ഫലത്തെ പുറത്തു കൊണ്ടുവരിക എന്നൊരർത്ഥമാണ് അവിടെ കൊടുത്തത്. അപ്പൊ കേൾക്കുന്നവരാകാതെ കേൾക്കുന്നതിൻ്റെ അകത്തുനിന്നും ഫലമുള്ളവരാക്കി നിങ്ങൾ മാറണം. ഞാനതുകൊണ്ടാണ് പലപ്പോഴും പറഞ്ഞത്, യേശുക്രിസ്തുവിലേക്ക് വരുന്നൊരു വ്യക്തി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ലോക മനുഷ്യന് അതിശയമാണ്. നിങ്ങൾക്കൊരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ കഴിയത്തില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കണമെന്നൊരാശയമല്ല, പകരം അനേകർക്ക് യേശു പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷി ആകും. ഇത് ചില്ലറ കാര്യമല്ല കേട്ടോ. ഭൂലോകത്തിൽ എവിടെ ചെന്നാലും അവർ നിങ്ങളെപ്പറ്റി പറയും, ഇത് യേശുവിൻ്റെ സാക്ഷിയാണ്. നിങ്ങളിൽ നിന്നും ഫലങ്ങൾ പുറത്തു വരും, നിങ്ങളിൽ നിന്നും കർത്താവിനാലുള്ള ഫലങ്ങളെ പുറത്തു വരും. അപ്പോൾ വചനം കേൾക്കുകയും വചനത്തിൻ്റെ അകത്തു നിന്ന് ഫലങ്ങൾ പുറത്തു കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഇവിടെ പറയാറുള്ളത്, വചനം കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത ഒന്നും കേൾക്കാൻ വേണ്ടി പോകരുത്. ആവശ്യമില്ലാത്ത ഏതെങ്കിലുമൊക്കെ ബ്രദർമാരോ ദേവദാസന്മാരോ ഒക്കെ വന്ന് പറഞ്ഞാൽ വചന വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് വിശ്വസിക്കരുത്, അത് ഏറ്റെടുക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ദുരുപദേശം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദുരുപദേശം എത്ര കേട്ടിട്ടുണ്ട്? ദുരുപദേശം എന്താണ് ദുരുപദേശം എന്ന് വെച്ചാൽ, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ലീഗ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിപരീതമായി
ഞങ്ങളാകട്ടെ, നോക്കിക്കേ, ഞങ്ങളാകട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ നിന്ന് ഒരുവനാകട്ടെ. ഇനി സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി, ഗലാത്യ ലേഖനം 3-ാം വാക്യത്തിലാണ്, ഞങ്ങൾ പറഞ്ഞ സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ദൈവവചനത്തിന് ഓപ്പോസിറ്റ് പുറത്ത് നിന്നുകൊണ്ട് ഒരാൾ സംസാരിച്ചാൽ ഒരിക്കലും ആമേൻ പറഞ്ഞത് പിടിക്കരുത്. ഇനി എന്താണുള്ള താഴേക്ക് ഞാൻ മനസ്സിലാക്കി തരാം. 23-ാമത്തെ വാക്യം നോക്കിയേ. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ. അപ്പൊ ആദ്യം പറഞ്ഞു വചനം കേട്ട് അതിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യരുത്, വചനം കേൾക്കുന്നവർ മാത്രമാകാതെ അത് ചെയ്യുന്നവരാണ്. അപ്പൊ ചെയ്യുക എന്നുള്ള വാക്കിന് അവിടെ കൊടുത്തേക്കുന്ന വാക്ക് നിങ്ങളിൽ നിന്നും ഒരു 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 എന്താ പറയുക, നിങ്ങളിൽ ഫലം പുറത്തേക്ക് വരുന്നവരാകണം, പ്രൊഡ്യൂസ് ചെയ്യുന്നവരായിരിക്കണം, നിങ്ങളിൽ നിന്ന് ഫലം പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാകണം. അങ്ങനെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഒരു വചനം കേൾക്കുകയും അത് ചെയ്യാതിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഈ ഇന്ന രൂപത്തിലായിരിക്കുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. നോക്കിക്കേ, തന്നെ താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപത്തിൽ ഇരിക്കുന്നു എന്ന് മറന്നു പോകുന്നു. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ഈ വാക്യം നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ കർത്താവിൻ്റെ വചനം വായിക്കുന്ന സമയത്ത് നിങ്ങൾ പലപ്പോഴും ബൈബിൾ ഒരു കണ്ണാടിയാണ്, ബൈബിൾ ഒരു കണ്ണാടിയാണ്. അപ്പൊ എൻ്റെ ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്താണെന്നുള്ളത് ഒന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റും, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ആർക്കെങ്കിലും. കണ്ണാടിയുടെ പ്രത്യേകത ഒത്തിരി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, കണ്ണാടി എന്താണെന്നുള്ളത് പ്രത്യേകം എന്ന് പറയാം. കണ്ണാടിക്ക് എന്താണ് പ്രത്യേകത? സ്വന്തം സ്വരൂപം ഉള്ളതുപോലെ നമ്മളെ കാണുന്നത് തന്നെ അതിൽ കാണും, നമ്മളെ പ്രതിച്ഛായ കാണും, ഉള്ളതുപോലെ കാണും, പ്രതിബിംബം. അപ്പൊ കണ്ണാടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കണ്ണാടിക്ക് ഒരു കുഴപ്പമെന്നല്ല, കണ്ണാടി ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ എണീറ്റ് വന്ന് ഏത് രൂപത്തിലാണോ അതേ രൂപത്തിൽ നിങ്ങൾ കണ്ണാടി പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ആ കണ്ണാടി നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറ്റി മറ്റൊരു രൂപത്തിലേക്ക് കാണിക്കത്തില്ല. നിങ്ങൾ ഏത് വസ്ത്രം ഇട്ടിരിക്കുന്നോ അതേ വസ്ത്രത്തിൽ അതേ രൂപത്തിൽ അതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, കണ്ണാടി കാണിക്കുക. അതിന്റെ അർത്ഥം നിങ്ങളുടെ പ്രതിരൂപം തന്നെ അവിടെ വെളിപ്പെടും. അതുപോലെ കണ്ണാടിയുടെ പ്രത്യേകത ഇവിടെ ബൈബിൾ പറയുന്നു, അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമെന്നായിരുന്നു ഉടനെ മറന്നു പോകുന്നു. തൊട്ടുമുടത്ത വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും അവൻ ചെയ്യാത്തവനായിരുന്നാൽ അവന്റെ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അപ്പൊ ഒരുവൻ വചനം കേട്ടിട്ട് ആ വചനം, അടുത്ത വാക്യം നോക്കി, തന്നെ കണ്ട് പുറപ്പെട്ടു. താൻ വചനം കണ്ടിട്ട് അല്ലെങ്കിൽ കണ്ണാടി നോക്കിയിട്ട്, നിങ്ങളിപ്പോൾ കണ്ണാടി നോക്കി മുടിയെല്ലാം ചീകി ഒതുക്കി നന്നായിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, മേക്കപ്പ് എല്ലാം ഇട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, കണ്ണാടിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരാൾ വന്നിട്ട് പറയുകയാണ്, ആ മുഖത്ത് എന്താണ് വലിയ എന്തോ ഒരു പാടിരിക്കുന്നത്, അല്ലെങ്കിൽ മുഖത്ത് എന്തോ ഒന്നിരിക്കുന്നുണ്ടല്ലോ, ഇതെന്തോ ഇങ്ങനെയെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ആരും നിങ്ങളെ നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ, കണ്ണാടി നോക്കിയൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാം എൻ്റെ മുഖത്തൊന്നുമില്ല. ഇപ്പം ഞാൻ നിങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ഞാൻ പറയുകയാണ്, ഇതെന്നാ മുഖത്ത് വലിയ എന്തോ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, നിങ്ങൾക്കപ്പം നിങ്ങളുടെ മുഖം കണ്ട് മുഖത്തൊന്നുമില്ല എന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ പറയുവാണ്, മുഖത്ത് എന്തോ ഇരിപ്പുണ്ട്. അപ്പം എന്തോ ഇരിപ്പുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ മുഖം ഇങ്ങനെ തൂത്തുകൊണ്ടിരിക്കുക. തൂത്ത ഉടനെ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്തായിരിക്കും? തൂത്ത ഉടനെ അവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? അയ്യോ അതുണ്ടോ എന്ന് നോക്കും, അത് പോയില്ലേ, ഒന്നുകൂടെ കണ്ണാടി നോക്കും. നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യും, കണ്ണാടി നോക്കും അല്ലെ. അപ്പൊ അവിടെ തന്നെ ഉണ്ടോ, അത് തന്നെ ഉണ്ട്. അപ്പൊ കണ്ണാടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാൻ എന്താണോ ആയിരിക്കുന്നത് അത് എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുവാനും സഹായിക്കുന്നതാണ് കണ്ണാടി അല്ലേ. ഇപ്പൊ ഞാൻ രാവിലെ എണീറ്റ് വന്നപ്പോഴേക്ക് എൻ്റെ മുഖത്ത് ആയണ്ടാക്കി ഇരിപ്പുണ്ട്, അതെന്നെ കാണിച്ചു തരികയും അതെൻ്റെ മുഖത്തു നിന്നും ഒരു വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം അത് മാറിപ്പോയി എന്നെ വീണ്ടും എൻ്റെ മുഖത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ എന്നെ സഹായിക്കുകയും എൻ്റെ റിയാലിറ്റീനെ, എൻ്റെ മുഖത്തെ അവിടെ കാണിക്കുവാനും എന്ത് ചെയ്യും, അവിടെ സഹായിക്കും. നിങ്ങൾക്ക് വേഗത്തിൽ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൻ്റെ അകത്ത് ഗിദയോൻ മുന്തിരിച്ചക്കിൻ്റെ ചൂട്ടിരുന്നുകൊണ്ട് ഗോതമ്പ് പൊടിക്കുന്ന ഒരു രംഗമുണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ. ആ വാക്യം ഒന്ന് വേഗത്തിൽ എടുക്കാം ഒരാൾ. ആമേൻ. അപ്പൊ ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തി മറന്നു പോകാൻ സാധ്യതയുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി, വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തി, നിങ്ങളുടെ അകത്തുനിന്നും വിശ്വസിക്കുന്ന വചനത്തിന്റെ ഫലം പുറത്തു വരണം. ഇപ്പൊ യേശുക്രിസ്തു പറഞ്ഞൊരു ഉപദേശമുണ്ട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, കർത്താവിന്റെ കൽപ്പനയെ അതേപോലെ അനുസരിക്കുവാൻ ശ്രമിക്കുന്നവര്. ഞാൻ പറയുന്നു, നിങ്ങളാണ് ഏറ്റവും വലിയ പരാജയത്തിലേക്ക് പോകുന്നവർ. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്ന് യേശു പറയും. നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണം. എന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ അയൽക്കാരനെ ഞാൻ സ്നേഹിക്കണം. ശത്രുവിന് വിശന്നാൽ അവൻ ആഹാരം കൊടുക്കണം, അവന് ദാഹിക്കുന്നുവെങ്കിൽ അവന് വെള്ളം കൊടുക്കണം. അപ്പൊ ഇതേപോലെ സ്നേഹിക്കാനാണ് യേശു പറഞ്ഞത്. ഓക്കെ, ദിനവൃത്താന്തങ്ങൾ 6:11 അല്ലേ? ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്ന് വരാം. ഓക്കെ, ഇങ്ങനെ ആ വാക്യം ഇവിടെ എടുത്തു വെച്ചത് അതിൻ്റെ മാറിപ്പോയി. അപ്പൊ നമ്മൾ പലപ്പോഴും കർത്താവിന്റെ വചനം കേൾക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ വാക്യമല്ല, 2ാമത്തെ വാക്യത്തിൽ എനിക്ക് വന്നത് കറക്റ്റായിട്ട് ആ വാക്യം ഒന്ന് എടുത്തരണേ. അപ്പൊ നമ്മൾ വചനം കേൾക്കുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും സംഭവിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കർത്താവിന്റെ വചനം കേട്ടിട്ട്, നിങ്ങൾ നോക്കിയേ, തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നു പോകുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഒരു വ്യക്തി, വചനം കേൾക്കുന്ന ഒരു വ്യക്തി, ഇത് കണ്ണാടിയാണ്. വിശ്വാസിയുടെ കണ്ണാടിയാണ് ബൈബിൾ. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, വിശ്വാസിയുടെ കണ്ണാടിയാണ് വചനം എന്ന് പറഞ്ഞ്. കണ്ണാടിയാണ് വചനം. വിശ്വാസിയുടെ കണ്ണാടിയാണ് വചനം. അപ്പൊ വിശ്വാസിയുടെ കണ്ണാടിയാണ് ദൈവത്തിന്റെ വചനം, അല്ലെ? വിശ്വാസി അല്ലെങ്കിൽ കർത്താവിന്റെ വചനം കേൾക്കുന്ന ഒരു വ്യക്തി, കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ് വചനത്തിൽ നോക്കുന്നത്. ഇത് മറന്നു പോകരുത്. രാവിലെ ഞാൻ കണ്ണാടി നോക്കിയിട്ട് മൊത്തം മുടിയെല്ലാം ചീകി നന്നായിട്ട് പൗഡറൊക്കെ ഇട്ട് ഞാൻ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് ഒരു തമാശയാണെന്ന്. അയാൾ പറയുന്നത് ഒരു തമാശയാണെന്ന് ഞാൻ തിരിച്ചറിയണം, അല്ലേ? അയാൾ പറയുന്നത് എന്താണ്? ഒരു തമാശയാണ്. ഒന്ന് ദിനവൃത്താന്തമാണ്, 2 ദിനവൃത്താന്തമാണ് കാണിക്കുന്നത് നിങ്ങൾ. അപ്പൊ അത് തമാശയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ചുമ്മാ തമാശ പറയാതെ ഞാൻ ഇപ്പൊ കണ്ണാടിയിൽ നോക്കിയതേ ഉള്ളൂ എന്ന് എന്ത് ചെയ്യണം? അവിടെ പറയുന്ന ഒരു വ്യക്തി ആയിത്തീരണം നിങ്ങൾ. ഇതേപോലെ തന്നെ ഓക്കെ, സോറി, ദിനവൃത്താന്തം അല്ല, മാറിപ്പോയി. ന്യായാധിപന്മാരുടെ പുസ്തകം, സോറി, ഞാൻ പറഞ്ഞത് മാറിപ്പോയത്. ന്യായാധിപന്മാരുടെ പുസ്തകമാണേ. അപ്പൊ ന്യായാധിപന്മാരുടെ പുസ്തകത്തിന്റെ അകത്ത് ഈ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാതിരിക്കുന്ന കുറച്ച് പേരുണ്ടെന്ന് സംശയമുണ്ടോ? നിങ്ങൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് നിങ്ങൾ യൂട്യൂബിൽ പിന്നെ എപ്പോഴേലും കണ്ടാൽ മതി. ആഗ്രഹമുള്ളവർ സൂമിൽ നിന്നാൽ മതി. കുറച്ച് പേരുള്ളതെങ്കിൽ ഒരു കുഴപ്പമില്ല, ആൾ കൂടുന്നതിലല്ല കാര്യം. ആഗ്രഹമുള്ളവരുടെ ഉള്ളെങ്കിലുള്ള നമുക്ക് ശുശ്രൂഷിക്കാനൊരു സന്തോഷമുള്ളൂ. അപ്പോൾ ഈ അനാവശ്യമായി സംസാരിക്കുന്നവരൊക്കെ ഒന്ന് ലെഫ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂട്യൂബിൽ അവസരമുണ്ട് കാണാൻ. പിന്നീട് എപ്പോഴേലും കണ്ടാൽ മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ നിങ്ങൾ നോക്കുക, ദിനവൃത്താതെ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ അകത്ത് 11ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അനന്തരം യഹോവ ഒരു ദൂതൻ വന്ന് ഒഫ്രൈമിൽ അബിയേസ്രിയാന്റെ യോഫാന്റെയും കരുവേലകത്തിന്റെ കീഴിരിക്കുന്ന അവന്റെ മകനായി ഗിദയോൻ ഗോതമ്പ് മിദ്യാരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചകനിൽ വെച്ച് മെതിക്കുവാൻ. ഞാൻ പലപ്പോഴും പറഞ്ഞു, എനിക്ക് ഈ വാക്യങ്ങൾ ചിലപ്പം പറയുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നാൽ ഈ ചില പേരുകൾ നാക്കിൽ വഴങ്ങാതൊക്കെ വരുന്നുണ്ട്. അവിടെ പറയാണ്, യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായിട്ട്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്റെ കൂടെയുണ്ട്. അവൻ ഗിദയോൻ അവനോട്, അയ്യോ യജമാനെ, യഹോവ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് സംഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് ഇന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിക്കുന്നതും അവന്റെ അത്ഭുതങ്ങളും ഒക്കെയും എവിടെ ഇപ്പോൾ? യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ നീ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാന്റെ കയ്യിൽ നിന്നും രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. നിങ്ങളൊരു വാക്ക് നോക്കണം, 12ാമത്തെ വാക്യത്തിൽ പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ. നോക്കി, അല്ലയോ പരാക്രമശാലിയെ എന്ന് ഗിദയോനെ വിളിക്കുന്നുണ്ട്. നോക്കിയാണ്. അപ്പൊ ഗിദയോൻ പറയുന്നുണ്ട്, ഗിദയോന്റെ അവസ്ഥ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. മിദ്യാൻ സൈന്യത്തെ പേടിച്ചിട്ട്
അവിടെ എന്ത് ചെയ്യുവാണ്, ഗോതമ്പ് മിദ്യാന്റെ കയ്യിൽ. അപ്പം ഗോതമ്പ് വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ ഇന്നാൾ പറഞ്ഞായിരുന്നു, മിദ്യാൻ സൈന്യത്തിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ കൊയ്തെടുത്തുകൊണ്ട് പോകും. ഒരിറ്റ് പാല് പോലും കൊടുക്കാൻ സമ്മതിക്കത്ത അത്രയും ദുഷ്ടന്മാരായി മിദ്യാൻ സൈന്യം ഇസ്രായേലിനെ അടിമയാക്കി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അല്പം ഗോതമ്പ് മുന്തിരിച്ചക്കിന്റെ ചുവട്ടിലിരുന്നുകൊണ്ട് പാതിരാത്രി പേടിച്ച് വിറച്ചിരുന്നത് പൊടിക്കുന്ന ഗിദെയോനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, അല്ലയോ പരാക്രമശാലിയെ എന്ന് വിളിക്കുകയാണ്. നോക്കിയേ, അല്ലയോ പരാക്രമശാലിയെ എന്ന് ഗിദെയോനെ നോക്കിക്കൊണ്ട് ബൈബിൾ വിളിക്കുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, ഗിദെയോന്റെ മറുപടി ഇതാണ്, ഞാൻ പരാക്രമശാലിയാന്ന് ഒരിക്കലും ആരും പറയത്തില്ല. കാരണം പേടിച്ചു വിറച്ചിരുന്നു കൊണ്ട് മുന്തിരിച്ചക്കിന്റെ ചോട്ടിരുന്നുകൊണ്ട് ഗോതമ്പ് മെതിക്കുന്ന എന്നെ നോക്കിക്കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒരാള് പോലും എന്ത് ചെയ്യത്തില്ല, എന്നെ വിളിക്കത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ കളിയാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അദ്ദേഹം പറയുവാണ്, ദൈവം ഉണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ പറയുന്ന പോലെ തന്നെ ഇദ്ദേഹം പറയുവാണ്, ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവം ഗിദെയോനെ കാണുന്നത് ദൂതൻ മുഖാന്തരം പറയുകയാണ്, ഈ മനുഷ്യൻ മിദ്യാൻ സൈന്യത്തെ തോൽപ്പിക്കാൻ വേണ്ടി പോകുന്നവനാണ്. നോക്കിക്കേ, മിഥ്യാ സൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നിയോഗിച്ച മനുഷ്യനാ. അപ്പൊ ദൈവത്തിന്റെ അരുളിപ്പാട് അഥവാ ദൈവത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ പരാക്രമശാലിയാണ്. അപ്പൊ വചനം വിശ്വാസിയുടെ എന്താന്നാ ഞാൻ ആദ്യം പറഞ്ഞത്? വചനം വിശ്വാസിയുടെ എന്താന്നാ പറഞ്ഞത്? വചനം വിശ്വാസിയുടെ എന്തുവാ? വചനം ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രകാരം വചനം, ഇന്നത്തെ ഈ വചന ധ്യാന പ്രകാരം വചനം കണ്ണാടിയാണ്. അപ്പം ഗിദെയോന്റെ മുമ്പിലേക്ക് തിരിച്ച കണ്ണാടിയാകുന്ന യഹോവയുടെ വാക്ക് അഥവാ വചനം പറയുന്നു, നീ പരാക്രമശാലിയാണ്. ഗിദെയോൻ ദൈവത്തിന്റെ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കിയാൽ ഗിദെയോനെ പരാക്രമശാലിയായിട്ടാണ് കാണുന്നത്. നോക്കിക്കേ, യുദ്ധവീരനായിട്ടാണ് കാണുന്നത്. പക്ഷെ ഗിദെയോൻ കണ്ണാടി മാറ്റിയിട്ട് നോക്കുമ്പോൾ ഗിദെയോന് തോന്നുന്നത് താൻ ഒരു പേടിത്തൊണ്ടനായ മനുഷ്യനാണ്, താൻ ഒരു പരാജയമാണ്, താൻ ഒരിക്കലും മിദ്യാൻ സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിയുന്നവനല്ല. നോക്കിക്കേ, ദൈവവചനം ഒരു കണ്ണാടിയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ പെട്ടെന്ന് വന്നിട്ട് ഇങ്ങോട്ട് ചാടി വരാവേ. യാക്കോബിന്റെ ലേഖനം പറയുന്നു, ഒരുവൻ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. ദൈവവചനത്തെ പറ്റിയാണ് പറഞ്ഞത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, അവൻ തന്നെ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് മറന്നുപോകുന്നു. അപ്പൊ കണ്ണാടിയെ നോക്കുന്ന ആൾക്ക്, ഇപ്പൊ നിങ്ങൾ കണ്ണാടിയെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു സിനിമാ നടനെ പോലെയോ നടിയെ പോലെയോ തോന്നാത്തത്? നിങ്ങളിപ്പോ കണ്ണാടി നോക്കിക്കഴിയുമ്പോഴേക്കും ഒരു സെലിബ്രിറ്റിയെ പോലെ നിങ്ങളുടെ മുഖം എന്തുകൊണ്ടാണ് ഇരിക്കാത്തത്? കാര്യം നിങ്ങൾ നോക്കുന്നത് ടി വിയിലല്ല, കണ്ണാടിയിലാ. കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങളുടെ രൂപമേ കാണത്തുള്ളൂ. വചനത്തിൽ നോക്കിയാൽ ഒരു വിശ്വാസി എന്താണ് എന്നത് കാണാൻ പറ്റും. ഇതാണ് നിങ്ങള്. എന്നാൽ പലപ്പോഴും എന്ത് ചെയ്യുന്നറിയാവോ, വചനം അടച്ചു വെക്കുമ്പോൾ നമ്മളത് മറന്നു പോകുന്നു. ഇത് തന്നെ അവിടെ പറഞ്ഞേക്കുന്നത്. ഒരുത്തൻ സ്വാഭാവിക മുഖത്തെ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്നവൻ മറന്നു പോകുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്. ഞാൻ ഇന്നയാളാണ്. അതുകൊണ്ടാണ് ബൈബിൾ വ്യക്തമായിട്ട് രക്ഷിക്കപ്പെട്ട് വിശ്വാസി ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളെപ്പറ്റി അവിടെ പറയുന്നു, ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. അപ്പൊ ഞാൻ ഉയരാനുള്ളയാളാണ്. അയ്യോ ബ്രദറെ, എൻ്റെ ജീവിത അവസ്ഥ കണ്ടോ ബ്രദറെ, ഒരു ഗതിയും ഞാൻ പിടിക്കുന്നില്ല, ഉള്ള വരുമാന മാർഗം അടഞ്ഞു പോകുന്നു, സുനാമി വരുന്നു, കൊറോണ വരുന്നു, കോവിഡ് വരുന്നു, ഒമിക്രോൺ വരുന്നു, അത് വരുന്നു, ഇത് വരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ ബൈബിൾ പറഞ്ഞു, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എൻ്റെ രൂപമാണ് ഞാൻ കാണുന്നതെങ്കിൽ വചനം നോക്കിയാൽ ഞാൻ എന്നെ തന്നെ, എൻ്റെ ജീവിതമാണ് കാണുന്നത്. അപ്പൊ എൻ്റെ ഭാവി എന്തായി തീരുമെന്നൊരു സംശയം ആർക്കെങ്കിലും ഉണ്ടോ? യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചാ ബ്രദറെ, ഇപ്പൊ എനിക്ക് അറിയത്തില്ല ബ്രദറെ, ആകെയുള്ള ആശ്രയം ബൈബിള് മാത്രം മതി ആശ്രയം. അതൊരു കണ്ണാടിയാണ്. നിങ്ങൾ എന്താണ് എന്നുള്ളതിന്റെ തെളിവാണ് കണ്ണാടി, അല്ലേ? ഇപ്പൊ ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എൻ്റെ രൂപമാണ് ഞാൻ കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ രൂപത്തിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണുന്ന അതേ സ്വരൂപത്തിൽ തന്നെയാണ് ഞാൻ, മാറ്റമില്ല. ബൈബിളിൽ വചനത്തിന് മാറ്റമില്ല എങ്കിൽ ആ വചനം നിങ്ങൾക്ക് കണ്ണാടിയാണ്. ഹല്ലേലൂയ. ബൈബിൾ പറഞ്ഞ ഓരോ വാക്യം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പറയാം, ഓരോ വചനം നമ്മൾ എടുത്തു നോക്കിക്കേ. ഓരോ വാക്യം എടുക്കുന്ന സമയത്ത്
പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, അവൻ മേലാലും വിടുവിക്കുന്നവനാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് ഞാൻ കടന്നു പോകുന്ന വിഷയങ്ങൾ തകർന്ന് ഞാൻ പോകത്തില്ല, അവൻ മേലാലും വിടുവിക്കുന്നവനാ. എന്നെ പറ്റിയാ പറയുന്നത്. കണ്ടോ, എന്നെ പറ്റിയാ പറയുന്നത്. ഞാൻ വിടുതൽ കാണും. അയ്യോ ബ്രദറെ, ഇങ്ങനെ പോയാൽ ഞാൻ രക്ഷപ്പെടും. എനിക്ക് തോന്നുന്നത് പറയത്തില്ലേ, ഒരു വിടുതലും എനിക്കില്ല. പറയണം, ഞാൻ വിടുതൽ കാണും. എന്താ തെളിവ്? കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, അവൻ മേലാലും വിടുവിക്കും. ഇന്നും വിടുവിച്ചു, ഇന്നലെയും വിടുവിച്ചു, അവൻ മേലാലും വിടുവിക്കുന്നവൻ. അപ്പൊ മേലാലും വിടുവിക്കുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ? ദൈവം മേലാലും വിടുവിക്കുന്ന പറഞ്ഞാൽ അത് ഫ്യൂച്ചർ അല്ലേ, ഭാവി നടക്കാൻ പോകുന്നതാ. അപ്പൊ ഇന്ന് ഞാൻ കടന്നു പോകുന്ന വിഷയം ഭാവി എന്താണ്? വിടുതല. എന്താ ഉറപ്പ്? കണ്ണാടിയിൽ അങ്ങനെ തന്നെയാ കാണുന്നത്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, ഈ വാക്യം നോക്കിക്ക്, 24-ാമത്തെ വാക്യം, തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപം ആയിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിലേക്ക് വരാവേ. നമ്മൾ പലപ്പോഴും സ്നേഹിക്കുക എന്ന ഉപദേശം യേശുക്രിസ്തു പറയുന്ന സമയത്ത് തന്നെ കർത്താവ് കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ സ്നേഹിക്കുക എന്നുള്ളത് ഉപദേശമല്ല, സ്നേഹം ഉപദേശമല്ല. സ്നേഹം, ഗലാത്യ ലേഖനം 5-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ. അപ്പൊ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് കൽപ്പനയല്ല, പകരം ഫലമാണ്. അപ്പൊ അത് കൽപ്പനയായിട്ട് പറയാൻ കാര്യം എന്തുവാ? യഹൂദന്മാർ യേശുവിന്റെ പുറകെ നടക്കുക. ഏറ്റവും വലിയ കൽപ്പന എന്തുവാ? ന്യായപ്രമാണം മൊത്തം അനുസരിച്ച്. അപ്പൊ യേശു പറ, തമ്മിൽ നീ സ്നേഹിക്ക്. അത് അവരെ കൊണ്ട് കഴിയത്തില്ല. അവർ ശത്രുവിനെ തർക്കാൻ നിൽക്കുന്നവരാണ്. അപ്പൊ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് ഒരു വ്യക്തി വചനം കേൾക്കുമ്പോൾ വചനത്തിന്റെ ഫലങ്ങളാണ്. അതുകൊണ്ടാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നത്. നമ്മുടെ അകത്ത് എപ്പോഴൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട്, ഒരു സ്വഭാവ വ്യത്യാസം വന്നില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, എത്ര പേർക്ക് പണ്ടത്തെ പോലെ അല്ല, ഇപ്പം ഇച്ചിരി ക്ഷമയൊക്കെ വന്ന ആരെങ്കിലും ഉണ്ടോ? പണ്ട് ബ്രദറെ ഞാൻ കലിച്ച് തുള്ളി ഭയങ്കര ബഹളം വെക്കുന്ന ഒരാളായിരുന്നു, ടെൻഷൻ അടിക്കുന്ന ഒരാളായിരുന്നു, എന്ത് പറഞ്ഞാലും ചാടി കളിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇന്നൊരു സാക്ഷ്യം പറഞ്ഞു, ബ്രദറെ ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു പറഞ്ഞു. എനിക്ക് എന്നോട് ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം എന്നെ ഇട്ടേച്ച് പോവായിരുന്നു. ഞാനല്ലെങ്കിൽ അവരെ ഓടിക്കുമായിരുന്നു. എപ്പോഴും ദേഷ്യവും അരിശുമായിരുന്നു. എനിക്ക് ഒരു സ്വസ്ഥതയില്ലായിരുന്നു. ആ സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞു, ബ്രദർ എനിക്ക് അറിയത്തില്ല, ഈ വചനം കേൾക്കാൻ തുടങ്ങി ഇപ്പം എനിക്കറിയത്തില്ല, ഞാൻ എല്ലാവരോടും ഇപ്പം സമാധാനത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ഇത് വലിയ സാക്ഷ്യമാണ് അവർ പറഞ്ഞത്. ഇത് വലിയൊരു സാക്ഷ്യമാണ്. എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? നിങ്ങളുടെ അകത്ത് വന്ന വചനം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഫലത്തുങ്ങളെ, ഫലം പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇതാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ വചനം കേട്ട് പ്രവർത്തിക്കാതിരുന്നാൽ. അപ്പൊ നമ്മുടെ ചിന്തയിൽ മൊത്തവും നമ്മൾ പ്രവർത്തിക്കുകയല്ല, നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ് വചനം. അതാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു വാക്ക് അവിടെ കൊടുത്തേക്കുന്നത്. പ്രവർത്തിക്കുക എന്നുള്ളതിന് നിങ്ങളുടെ അകത്തു നിന്നും ഫലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. വചനത്തിന്റെ ഫലങ്ങൾ പുറത്തു വരണം. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാവോ? ഞാൻ വചനം നോക്കുമ്പോൾ ഒരു കണ്ണാടിയാണ്, അതുപോലെയാണ് ഞാനെന്ന് വിശ്വസിക്കണം. ഇതാണ് ഞാൻ. പലപ്പോഴും സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. പിശാചിന്റെ കള്ളത്തരം പറഞ്ഞു തരാം, അവന്റെ നുണകൾ ഞാൻ പറഞ്ഞു തരാം. ദൈവവചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നതിന് വിപരീതമായ കാര്യങ്ങളെ നിങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അവന്റെ ഡ്യൂട്ടി. ഞാൻ വീണ്ടും പറയാം, നിങ്ങളിപ്പോൾ കണ്ണാടി നോക്കിക്കൊണ്ട് ഇങ്ങനെ പോവാ, കണ്ണാടി നോക്കിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ മുടിയെല്ലാം ചെയ്ത് നന്നായിട്ട് ഒരുങ്ങി പോകുമ്പോഴേക്കും വഴി നിൽക്കുന്ന ഒരാൾ പറയുകയാണ്, ദേ ആണ്ടെ ആ സെലിബ്രിറ്റിയെ പോലെ ആണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു അതിശയം. ആരോ വഴി കൂടെ പോയി പറഞ്ഞു, അപ്പൊ ആ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, എനിക്ക് 5 അടി പൊക്കം ഉള്ളെന്നിരിക്കട്ടെ, എനിക്ക് അധികം വലിപ്പമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാന്നിരിക്കട്ടെ. പെട്ടെന്ന് വഴിയെ പോകുന്ന ഒരാള് വലിയൊരു സെലിബ്രിറ്റി, 6 അടി പൊക്കമുള്ള വലിയ അജാനബാഹുവായ ഒരു സെലിബ്രിറ്റിയുടെ രൂപത്തിലാണ് ഞാൻ ഇരിക്കുന്നല്ലോ, അതേപോലെ ആണല്ലോ എന്ന് എന്നോട് പറഞ്ഞാൽ, അയ്യോ ഞാൻ പറയുക ശരിയാണോ എന്ന് നിങ്ങൾ ചോദിക്കുവോ? ഇല്ല. നമുക്കറിയാം, നമ്മൾ കണ്ണാടി നോക്കിയപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്വരൂപം, നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ രൂപം, നമ്മുടെ നിറം ഇങ്ങനെയാണ്, നമ്മുടെ രൂപം ഇങ്ങനെയാണ്, നമ്മളെല്ലാം കണ്ണും മൂക്കും വായു എല്ലാം ഇങ്ങനെയാണ്, നമുക്കറിയാം. അത് വിശ്വസിക്കുന്നത് കൊണ്ട് ആ വ്യക്തി പറയുന്നത് ഒരു കളിയാക്കാണെന്ന് നമുക്ക് മനസ്സിലായി. അയാൾ എന്നെ കളിയാക്കാൻ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ എന്നെ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി എന്നെ സന്തോഷിപ്പിക്കാൻ പറയുന്നതായിരിക്കാം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കത്തില്ല. ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ടു, വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ചു, പക്ഷേ താൻ ഇന്ന രൂപമൊന്നും മറന്നു പോകുന്നു.
മറക്കരുത്. എന്താ മറക്കാന്ന് പറഞ്ഞാൽ മറ്റെന്തോ കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നു. ശ്രദ്ധിച്ചോണം, ബൈബിൾ തുറക്കുമ്പോൾ ഏത് സാഹചര്യത്തിൻ്റെ അകത്തൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അതല്ല നിങ്ങൾ. ബൈബിൾ തുറക്കുമ്പോൾ ഇത് കണ്ണാടി നോക്കുമ്പോൾ ബൈബിൾ പറയുന്നു, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. അയ്യോ എൻ്റെ കർത്താവേ, പക്ഷെ ഞാൻ എൻ്റെ ജീവിത അവസ്ഥ നോക്കിയാൽ മൊത്തം കുളമായി കിടക്കുവാണല്ലോ. അല്ല, ഇതാണ് റിയാലിറ്റി. ഇതാണ് ഞാൻ ഉയർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയോ ഞാൻ ഉയർച്ച പൊക്കൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പൊ കടന്നു പോകുന്ന സാഹചര്യങ്ങളോ അതൊക്കെ ഞാൻ വിടുതൽ പ്രാപിക്കും. ഇവിടുന്നൊക്കെ ഞാൻ വിടുതൽ പ്രാപിച്ച് ഉയർച്ചയിലേക്ക് പോകും. എന്താ തെളിവ്? ബൈബിൾ എന്ന് പറയുന്നത്, വചനം എന്ന് പറയുന്നത് കണ്ണാടിയാണ്. അപ്പൊ ഇത് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ മറ്റു കാര്യങ്ങളെ നിങ്ങൾ മൈൻഡ് ചെയ്യാതെ വരും. ഇപ്പൊ പിന്നെ കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മളെ മുമ്പിലിരിക്കുന്ന സാഹചര്യമുണ്ട്, നമുക്ക് വേദനിക്കുന്ന. അപ്പൊ ഏതോ ഒരു ദൈവദാസൻ വന്നിട്ട് ഒറ്റ പ്രവചനം കൂടെ പറയുകയാണിത്, പിശാച് നിങ്ങളെ ബന്ധിച്ചിട്ടേക്കുക, വിടുവിക്കാൻ ആരുമില്ല, ഇത് നിങ്ങളെയും കൊണ്ടേ പോകത്തുള്ളൂ. ഒയ്യോ ബ്രദറെ, ഞാൻ ഇന്നാൾ എന്നോട് പറഞ്ഞ ബ്രദർ സത്യമായ കാര്യങ്ങളെ പ്രവചിച്ചത്. ഞാൻ പറഞ്ഞത് ആ പ്രവാചകന്റെ അകത്ത് വ്യാപരിച്ചതൊരിക്കലും പരിശുദ്ധാത്മ നിയോഗത്താലുള്ള പ്രവചനമല്ല. ഇവിടെയാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ വചനത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഇറങ്ങി വന്ന് നിങ്ങളോട് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലേക്ക് വരും. നമ്മുടെ ചിന്തയിൽ പിശാച് കൊമ്പും വാലും ഒക്കെ ആയിട്ട് വന്നുകൊണ്ട് നിങ്ങളോട് സുവിശേഷം പറഞ്ഞ് നിങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നല്ല. അവൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയന്റെ രൂപത്തിൽ വരും. എപ്പോഴും ഞാൻ പറയാറ്, ഇടയന്റെ രൂപത്തിൽ വന്ന് നിങ്ങളോട് വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ എന്ത്, കറക്റ്റ് കാര്യം ബ്രദറെ പറഞ്ഞത്, കാച്ചട്ടാ പറഞ്ഞത്. വചനം നോക്കണവേ, കണ്ണാടി നോക്കണവേ. കണ്ണാടിയിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്? അതിന് വിപരീതമായി എന്തു വന്നാലും എനിക്കുള്ളതല്ല, അതെന്നെ കളിയാക്കാനുള്ളതാണ്, എന്നെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാ ലക്ഷ്യം. ഇല്ല, ഇതിപ്പോ കടന്നു പോകുന്ന സാഹചര്യം എന്തുവായിക്കോട്ടെ, ഈ അവസ്ഥക്കകത്തുനിന്നും ബൈബിൾ പറയുന്നു, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. താഴോട്ടും ഇറക്കവും ഇല്ല, കയറ്റവും ഉയർവരത്തില്ല. താഴോട്ട് ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്, അങ്ങനെ ബൈബിളിൽ ഇല്ല. ഉയർച്ച തന്നെ പ്രാപിക്കും. താഴോട്ട് പോയിട്ട് ഉയരുന്നതല്ല. അത് ഉയർച്ച എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്രാഫ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഗ്രാഫ് താഴെ, നമുക്കൊരു ഗ്രാഫിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് താഴുന്നു പിന്നെ കയറുന്നു, ഒന്ന് താഴുന്നു, ഇങ്ങനെ ഗ്രാഫ് വരുന്നത് അല്ലേ. ഈ ഗ്രാഫ് അങ്ങനെയല്ല, നേരെ പോകുന്ന ഒരു ഗ്രാഫാണത്. ഉയരത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു ഗ്രാഫാണ് എൻ്റെ ജീവിതം. അതിൻ്റെ അർത്ഥം ഓരോ വർഷം കഴിയുമ്പോഴും എൻ്റെ അവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും. വിശ്വാസത്തിൽ വന്നിട്ട് 10 വർഷം മുമ്പോ 5 വർഷം മുമ്പോ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ അവസ്ഥയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സ്വാഭാവിക രൂപത്തെ മറന്നു. നിങ്ങൾ എവിടെയോ നിങ്ങൾ ട്രാപ്പായിട്ടുണ്ട്, ഏതോ ഒരു ഉപദേശത്തിൽ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്, ഏതോ ഒരു തെറ്റായ വചനത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ട്. അതാ കാര്യം. ഇപ്പം ആരോ പറയുന്നത് ഞാൻ ഇന്ന സെലിബ്രിറ്റിയെ പോലെ, അത് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ സ്വാഭാവിക രൂപത്തെ ഞാൻ മറന്നു. അപ്പൊ കർത്താവിന്റെ വചനം കേൾക്കുമ്പം ആ വചനത്തിന്റെ മേൽ കൈവച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ബലം എന്നാന്ന് ചോദിച്ചാൽ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെയാണ് എൻ്റെ ജീവിതം. ഇതാണ് എൻ്റെ ജീവിതം. യേശുക്രിസ്തു പറഞ്ഞില്ലേ, തിരുവഴുത്തിൽ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതിന് നിവർത്തി വന്നിരിക്കുന്നു. നോക്കിക്കേ, യേശുക്രിസ്തുവിനെ പറ്റി എഴുതിയിരിക്കുന്ന നിവർത്തി വന്നിരിക്കുന്നു. എപ്പോഴാ പറഞ്ഞേക്കുന്നത്? യേശു മരിച്ചടക്കപ്പെട്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒടുവിൽ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, ആ നടന്നു പോകുന്ന ആൾക്കാരോട് പറയുകയാണ് കർത്താവ്, തിരുവഴുത്തിൽ എന്നെ, സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതിന് നിവർത്തി വന്നിരിക്കുന്നു. അപ്പൊ എന്നെപ്പറ്റി അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ്? എനിക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം എൻ്റെ തോളിലുണ്ട്, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. 3-ാം നാൾ സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ എന്ത് ചെയ്യും? കർത്താവ് ക്രൂശിക്കപ്പെടുമെന്നും കർത്താവിന്റെ വസ്ത്രത്തിന് ചീട്ടിട്ട് നേടുമെന്നും പാതാളത്തിലേക്ക് പോകുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് കർത്താവ് പറയുകയാണ്, എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നത് നിവൃത്തിയായിരിക്കുന്നു. ഇതേപോലെ തന്നെ ഒരു വിശ്വാസി പറഞ്ഞു, എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതാണ് സത്യം. അപ്പൊ ഇതിനോട് കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങൾ വചനം കേൾക്കുന്ന വ്യക്തി വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ഫലമാണ് വചനത്തിന്റെ പ്രവൃത്തികൾ.
അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന രണ്ട് തരം വിശ്വാസത്തിന്റെ പ്രവൃത്തിയുണ്ട്, വചനം കേട്ടിട്ട് ചെയ്യുന്ന പ്രവൃത്തിയുണ്ട്. അപ്പൊ ഇവിടെ വചനം കേട്ടിട്ട് നിങ്ങളുടെ അകത്തുണ്ടാകുന്ന പ്രവൃത്തിയും അബ്രഹാം ചെയ്ത പ്രവൃത്തിയും രണ്ടും രണ്ടാം. വിശ്വാസത്താൽ ഇറങ്ങി തിരിച്ച പ്രവൃത്തി, ഇത് രണ്ടും നിങ്ങൾ മിക്സ് ആയി പോകരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം കേട്ടിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ് ഞാൻ, ഇതാണ് ഞാൻ, ഇത് എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഈ വചനത്തിൽ എഴുതപ്പെട്ടതേ എൻ്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ എന്ന് പറ. ഈ വചനത്തിൽ എഴുതപ്പെട്ടത് എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. ഇതിൽ ഈ ഒരു വാക്കിൽ നിങ്ങൾ ധൈര്യം കാണിക്കണം, ഈ വാക്കിൽ ധൈര്യം കാണിക്കണം. പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നു എങ്കിലും പല സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ മറന്നു പോകുന്നു നമ്മൾ ഇതാണ്. അതെന്തുകൊണ്ടാണ് സാഹചര്യം വരുന്നറിയാവോ? സാഹചര്യത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കണ്ണാടി നോക്കി പുറത്തോട്ടിറങ്ങുന്ന സമയത്ത്, നിങ്ങൾ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുടിയെ പിടിച്ചു നോക്കും അല്ലേ? മുടി കറക്റ്റായിട്ടാണോ നിൽക്കുന്നത്? ഇടയ്ക്ക് നമ്മൾ മുഖത്തെ ഒന്ന് പിടിച്ചു നോക്കും, കണ്ണിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കും, മുഖത്തിടയ്ക്കുന്ന തലോടി നോക്കും. അതെന്റെ കാരണം എന്നറിയാവോ? എന്തായിരിക്കും അങ്ങനെ ചെയ്യാൻ കാരണം? ഇടയ്ക്കിടയ്ക്ക് മുടിയെ പിടിച്ചു നോക്കുന്ന അങ്ങനെ തന്നെയാണോ? ഇടയ്ക്ക് മുഖത്തും തലോടി നോക്കുന്ന എന്തോ മുഖത്ത് ഇരിപ്പുണ്ട്, എന്തായിരിക്കും അങ്ങനെ നോക്കുന്നതിന്റെ കാരണം? മാറ്റം വന്നോ? ശരിക്കാണോ ഇരിക്കുന്നതെന്ന് അറിയാം. എന്തായിരിക്കും കാരണം? മറ്റൊരാളെ നോക്കുമ്പോൾ ഒന്നുകൂടെ ഞാൻ ചോദ്യം ചോദിക്കാം. നിങ്ങൾ പുറത്തോട്ട് കണ്ണാടി നോക്കി മുടിയെല്ലാം ചെയ്യുകയും മുഖമൊക്കെ ഒന്ന് മിനുക്കി പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമോ, എവിടെ ആയിക്കോട്ടെ, 1 മണിക്കൂർ യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി, നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുഖമൊക്കെ ഒന്നും കൂടെ ഒന്ന് തിരുമ്മി ഒന്നും കൂടെ എന്തൊക്കെയോ നമ്മൾ ടച്ചപ്പ് ഒക്കെ നോക്കുന്നു. എന്താ കാരണം എന്നറിയാവോ? ഇപ്പം എൻ്റെ ഫേസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല, മുടി അങ്ങനെ തന്നെയാണോ എന്നെനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല. ഞാൻ ഇറങ്ങിയപ്പോൾ കറക്റ്റ് ആയിരുന്നു, എന്നാൽ വഴിയെ പോകുന്ന വഴിയിൽ ഈ ബസ് യാത്രയിലോ ഈ ഓഫീസിലോ കണ്ണാടി കാണാൻ പറ്റുന്നില്ല. അപ്പൊ എൻ്റെ മുഖം ഇപ്പൊ എങ്ങനെയായിരിക്കും എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും തോണ്ടി നോക്കുന്നു, മുടി ഒന്ന് ചീകി നോക്കുന്നു, കൈ കൊണ്ട് തലോടി നോക്കുന്നു. ഞാൻ ചെയ്യുന്ന കാര്യമാവട്ടെ, നിങ്ങളുടെ കാര്യം എനിക്ക് അറിയത്തില്ല. എന്നാൽ പെട്ടെന്നൊരു കണ്ണാടി കണ്ട് ഉടനെ അതിന്റെ മുമ്പിൽ പോയി നമ്മൾ എന്ത് ചെയ്യും? അതിപ്പോ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഓടിപ്പോയി ഒരു കണ്ണാടി കണ്ടാൽ ഒന്ന് നോക്കിയിരിക്കും. കാര്യം നമ്മളെ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. ഇതാ കർത്താവിന്റെ വചനം. ഇതെപ്പോഴും മുറുക്ക പിടിക്കണം, വചനം മുറുക്ക പിടിച്ചോണം. പലപ്പോഴും നമ്മൾ മറന്നു പോകും, നമ്മൾ ഇങ്ങനെ തന്നെ ആണോ, അയ്യോ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയോ എന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരാൻ കാരണം. എന്നാൽ ലൈവായിട്ട് എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ കണ്ണാടി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ മുടിയെ പിടിക്കത്തില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ ഇരിക്കുക 2 മണിക്കൂറായിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, തൊടത്തില്ല നിങ്ങളുടെ മുടിയിൽ, തൊടത്തില്ല നിങ്ങളുടെ മുഖത്ത് ഒരു ഭാഗത്ത്. കാര്യം നിങ്ങൾ ലൈവായിട്ട് നിങ്ങളുടെ മുഖത്തെ കണ്ടുകൊണ്ടിരിക്കുക. കർത്താവിന്റെ വചനം എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല സാഹചര്യം എൻ്റെ മുമ്പിൽ വരും. ചിലപ്പോൾ ഞാൻ ഞെരുക്കം എൻ്റെ മുമ്പിൽ വന്നേക്കാം. നിങ്ങളിപ്പം ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും അല്ലേ? ബ്രദർ പറയുന്നു, ബൈബിൾ പറയുന്നുവല്ലോ, കർത്താവിന്റെ ദാരിദ്ര്യം എടുത്ത് മാറ്റിയെന്നും കർത്താവ് എനിക്ക് വേണ്ടി ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ സദൃശവാക്യത്തിൽ പറഞ്ഞ പോലെ ധനവും മാനവും പുരാതന സമ്പത്തും ഉണ്ടെന്നും, എന്നിട്ട് ലോട്ടറി പോലും അടിക്കുന്നില്ല കർത്താവ്. നമ്മൾ സങ്കടപ്പെടുവല്ലേ? ഇതെന്താ ഇത് തമ്മിൽ ചേരാത്തത്? അതിന്റെ കാര്യം എന്തെന്നറിയാവോ? ഇന്നു മുതൽ വിളിച്ചു പറയണം, ഇതാണ് ഞാൻ. എനിക്ക് വേണ്ടി കർത്താവ് സ്വർഗത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ. ബൈബിൾ എന്താ പറയുന്നത്? ആവർത്തന പുസ്തകം, യഹോവ എൻ്റെ കളപ്പുരകളെയും ഞാൻ തൊടുന്ന എല്ലായിടത്തും അനുഗ്രഹത്തെ കൽപ്പിച്ചിരിക്കുന്നു. താഴെ വാക്യത്തിൽ പറയും, നീ വായ്പ മേടിക്കത്തില്ല, നീ വാരി വിതറി കൊടുക്കും. സങ്കീർത്തനം. അപ്പൊ ഇത് ഈ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, കണ്ണാടി നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ബ്രദർ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നാ കുഴപ്പം? എന്താ വല്ല ഗുണം? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണോ അതാകും നിങ്ങൾ, അതാണ് നിങ്ങൾ. പക്ഷെ പലപ്പോഴും ഇത് മറന്നുപോയിട്ട് നമ്മൾ പലപ്പോഴും ആകുലപ്പെടുകയാണ്. അല്ല അല്ല, നിങ്ങൾ അങ്ങനെ അല്ല, നിങ്ങൾ ഇങ്ങനെയാണ്, ഇതാണ് നിങ്ങൾ. ഇതാണ് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ സ്വീകാര്യം മുറുക്ക പിടിക്കുക എന്നൊക്കെ പറയാൻ കാരണം ഇതാണ്. നല്ലൊരു ഉദാഹരണമാണ് യാക്കോബ് ശ്ലീഹ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ണാടി, സ്വാഭാവിക മുഖം കണ്ണാടിയിൽ. അതുകൊണ്ടാണ് ഈ തുടർച്ചയായിട്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്.
അവർ ചിലപ്പം ഒരു ക്രിസ്തു വിശ്വാസത്തിലൊന്നും ജനിച്ചു വളർന്നവരൊന്നും ആയിരിക്കത്തില്ല. അവർക്ക് വചനത്തിന്റെ ABCD അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. അപ്പം ഇവർ കുറേ നാള് വചനം ഒന്നും അറിയത്തില്ലായിരിക്കും, വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് അവർ പറയുന്ന ഓരോ സാക്ഷ്യം ഞാൻ ശ്രദ്ധിച്ചു. അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ വലിയ മാറ്റങ്ങൾ, തകർന്നരിപ്പടമായിട്ട് പ്രാർത്ഥനാ വിഷയം മുഴുവൻ കരച്ചിലുകളായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ അവർ സ്ട്രെങ്ത് പ്രാപിച്ചു. അവരുടെ സാക്ഷ്യങ്ങൾ ഉളവായപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കേട്ടുകൊണ്ടിരുന്നത് മുഴുവനും ഇവരുടെ ആക്റ്റീവാകാൻ തുടങ്ങി. അവർ ദിവസവും അത് കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവരതാണെന്നുള്ള ചിന്തയിലേക്ക് അവർ വന്നു. അങ്ങനെ അവരുടെ വിശ്വാസത്തെ അത് കയറി ബാധിച്ചു. വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒന്നും പറയണ്ടല്ലോ, അത് ആക്റ്റീവ് ആകാൻ തുടങ്ങും. അപ്പോൾ ഒരു കണ്ണാടി നോക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ഇന്ന ആളാണ് എന്നൊരു ബോധ്യം തരുന്നെങ്കിൽ വചനം നോക്കുന്ന വ്യക്തിക്കും ഇതേ ബോധ്യം ഉണ്ടാകണം. അപ്പോഴാണ് വചനവുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഉണ്ടാകണം. വചനമായിട്ടുള്ള ബന്ധം, വചനം പറയുന്ന ചിലർ പറയാറുണ്ട്, പണ്ട് എനിക്ക് എന്നെ വിളിക്കുന്ന ഒരു സുഹൃത്ത് ഇങ്ങനെ പറയാം, ബ്രദറെ എൻ്റെ കടമൊക്കെ തീർന്നിട്ട് എനിക്ക് കടമെല്ലാം വലിയ അദ്ദേഹം ഒരു കടഭാരത്തിൻ്റെ അകത്തിരിക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് 4-5 പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ബ്രദറെ എൻ്റെ കടമൊക്കെ ഒതുങ്ങിയിട്ട് എനിക്ക് ഒന്നുമില്ലേലും കുഴപ്പമില്ല, എനിക്ക് കഞ്ഞി കുടിച്ച് കിടന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞ, സഹോദര, ഒരിക്കലും ബൈബിൾ അങ്ങനെ പറയുന്നില്ല. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. കർത്താവ് നമുക്കൊന്ന് സ്വസ്ഥത തരും. അദ്ദേഹം വലിയ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നൊരു മനുഷ്യനാണ്. ഞാൻ പറഞ്ഞ, സഹോദര, അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളുടെ കടഭാരം എല്ലാം മാറ്റിത്തരും, കഞ്ഞിയും തരും ദൈവം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. പക്ഷെ ബൈബിൾ പറയുന്നു നോക്കുക, ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. ഓക്കെ, ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ നിനക്ക് തൃപ്തി വരുത്തും, സകല നന്മകളും തന്ന് നിനക്ക് തൃപ്തി വരുത്തും. അപ്പൊ ഈ തൃപ്തി എന്ന് പറഞ്ഞാൽ തട്ടിമുട്ടിയും പോകുന്നതല്ല, ദൈവികമായൊരു സമൃദ്ധിയെ കാണിക്കുന്നതാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ജീവിതമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആ വചനപ്രകാരം ചലിക്കും. അതുകൊണ്ടാണ് ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, സാഹചര്യം, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യം വളരെ മോശമാണെങ്കിലും ആ ബൈബിൾ വാക്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ വചനം നിങ്ങളെ സഹായിക്കും, വചനം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ അങ്ങനെ ആയിത്തീരും. ഇപ്പൊ നിങ്ങൾ അല്ലെന്ന് തോന്നിയാലും അതല്ല സത്യം, അങ്ങനെ ആയിത്തീരും. ഇതാണെന്ന് ഞാൻ വിശ്വസിക്കണം. വലിയ ബുദ്ധിമുട്ടാണോ ഈ കാര്യം? ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ? അതന്നെ ബ്രദറെ, വലിയ ബുദ്ധിമുട്ടാണ് ചിലർ പറയാൻ കാരണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇപ്പൊ കടന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, തകർച്ചയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നു എന്നൊരു ചിന്ത എന്നിൽ ക്രിയേറ്റ് ചെയ്തു. വാസ്തവമായിട്ടും തകർച്ചയാണോ? അതെ, ഞാൻ കടന്നു പോകുന്ന വിഷയം വാസ്തവമായിട്ടും എനിക്ക് മൊത്തത്തിൽ കണക്ക് കൂട്ടിയാൽ ഞാൻ വലിയ തകർച്ചയിലോട്ട് പൊക്കോണ്ടിരിക്കുവാന്ന് എനിക്ക് തോന്നുക. ഒരു കാര്യം ഉറപ്പിച്ചോണേ, അവിടെയാണ് നിങ്ങൾ ബൈബിൾ തുറന്നിട്ട് പറയണം, ബൈബിൾ എവിടെയെങ്കിലും ഞാൻ തകരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസിയെപ്പറ്റി അല്ലെങ്കിൽ ബൈബിൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി, ബൈബിളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ക്വാളിറ്റി അല്ല, ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. ബൈബിൾ പറഞ്ഞ് ഒരു നാളും നശിച്ചു പോകത്തില്ല. അപ്പൊ ഇത് ക്ലെയിം ചെയ്യണം നിങ്ങൾ. എൻ്റെ സാഹചര്യം നോക്കിയാൽ എനിക്കിത് വിശ്വസിക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതം നോക്കിയാൽ എനിക്ക് ഇങ്ങനൊരു സംഭവം പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവം ചുമ്മാ എഴുതി വെക്കത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവം ചുമ്മാ വചനം എഴുതത്തില്ലെന്ന് പറ. ദൈവം ചുമ്മാ വചനം ആമേൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പറയണം, ദൈവം ചുമ്മാ എഴുതി വെക്കത്തില്ലെങ്കിൽ ദൈവം ഏതോ ഒരു വഴി എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്, ഞാൻ നശിക്കത്തില്ല. ഇങ്ങനെ നിങ്ങൾ ഈ 2 കാര്യം പറയണം. ഏതോ ഒരു വഴി. ഇപ്പൊ ഞാൻ നോക്കൂടെ ഒരു വഴിയും കാണുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ആ വിധവയുടെ ഭവനത്തിൽ പോയിട്ട്, സറാഫാത്തിലെ വിധവ ആയിക്കോട്ടെ, 2 തലമുറയെ പിടിച്ചുകൊണ്ട് പോയി അടിമയാക്കാൻ നോക്കുന്ന ആ കുടുംബക്കാരായിക്കോട്ടെ, അവർ 2 പേരും പ്രതീക്ഷിച്ചില്ല അവസാന തുള്ളി വെളിച്ചെണ്ണയ്ക്കകത്തോട്ടൊരു അത്ഭുതം ഉണ്ടെന്ന്. സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. കൊണ്ടുവന്ന 5 അപ്പം കൊണ്ടുവന്ന ആ ചെറു ബാലൻ പോലും ചിന്തിച്ചില്ല എൻ്റെ അപ്പമാണ് ഈ 5000 പേര് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഉണ്ടാക്കിയ കടക്കാരൻ പോലും, വീട്ടുകാരൻ പോലും ചിന്തിച്ച് കാണത്തില്ല, ദൈവമേ ഞാൻ കൊടുത്തു വിട്ട 5 അപ്പമാണോ ഈ 5000 പേരെ കൊടുത്ത്. ചിന്തിച്ചിട്ട് പോലുമില്ല. ഒരു വഴി ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ.
നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും അത് കാണത്തില്ല. ഇതാ ദൈവം. ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ പലപ്പോഴും ബൈബിൾ കേൾക്കാം അങ്ങനെ ചിന്തിക്കുന്ന ആളാ. 5 അപ്പം നമ്മുടെ രീതിയിൽ പറയാം, 5 പൊറോട്ടയായിട്ട് പോവാന്ന് വിചാരിച്ച് പ്രാർത്ഥനയ്ക്ക്. ആ 5 പൊറോട്ട എത്ര പിച്ചി ചീന്തിയാലും 5000 പേർക്കൊന്ന് തൊടാൻ പോലുമില്ല, അല്ലേ? പക്ഷെ കർത്താവ് അത് വർദ്ധിപ്പിച്ചു 12 കൊട്ട ശേഷിപ്പിച്ചു. അപ്പൊ ചിന്തക്കകത്ത് പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചിന്തിച്ച് വെറുതെ തല പോകരുത്, ബൈബിൾ വായിക്കും. ഇത്രയും പറഞ്ഞാൽ മതി. ബൈബിൾ പറഞ്ഞിരിക്കുന്നതും ഈ വാക്കും കൂടെ ആഡ് ചെയ്യുക. ഒരു വഴി ഇതിൻ്റെ അകത്തുണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ചിന്തിക്കുക പോലും ചെയ്യരുത്. അരപ്പാട്ട എണ്ണയ്ക്കകത്തൊന്നും ആ എണ്ണ മുഴുവൻ വർദ്ധിപ്പിച്ച് അവിടെ കടം വീട്ടിയതുപോലെ ഈ ദൈവത്തിന് ഏതും തൊടാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളിൽ ഇരിക്കുന്ന ചെറിയ കാര്യമായിക്കോട്ടെ, ദൈവത്തിന് അത് വർദ്ധിപ്പിക്കാൻ പറ്റും. അയ്യോ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾ പറയാം ബിസിനസ് എല്ലാം പൊട്ടി ബ്രദറെ, മുഴുവൻ തരിപ്പടമായിട്ടിരിക്കുക, എല്ലാ വഴിയും അവിടെ, ചിലപ്പോൾ ആ ഒറ്റ പിടിവള്ളി ആയിരിക്കും കയറി പോകുന്നത്. ഉദാഹരണമായിട്ട് പറയാം, ഞാൻ തൃശ്ശൂർ വന്ന് നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥനയിൽ 2024 ഓഗസ്റ്റിൽ തൃശ്ശൂർ വന്നിട്ട് ആ ചർച്ചിന്റെ ഏറ്റവും പുറകിൽ പോയിരുന്നുകൊണ്ട് അവിടുത്തെ പ്രാർത്ഥന കൂടാൻ വേണ്ടി ആരും അറിയാതെ വന്നയാളാണ് ഞാൻ. ഒന്നാലോചിച്ച് നോക്കി. അപ്പൊ അവിടെ വന്ന് ചെന്നപ്പോൾ യാദൃശ്യമായിട്ട് അവിടുത്തെ ദേവദാസൻ പറഞ്ഞു, ബ്രദറെ ഒരു 10 മിനിറ്റ് സംസാരിക്ക്. അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യന് പോലും ഞാൻ വചനം പറയുന്ന ആളാണെന്ന് അറിയത്ത് പോലുമില്ല. എന്നെ അറിയത്തില്ല, ഞാൻ വചനം പറയുന്ന ആളാണെന്ന് പോലും അറിയത്തില്ല. അവിടെ വചനം പറയാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇരുന്നൊരു സഹോദരിക്ക് എൻ്റെ ശബ്ദം മനസ്സിലായി. ദിവസവും കേൾക്കുന്ന ശബ്ദമാണല്ലോ എന്ന് പെട്ടെന്ന് മനസ്സിലായി. ആ സഹോദരിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പം ദൈവാത്മാ പേരും കൂടെ വെളിപ്പെടുത്തി. അപ്പോഴാണ് പറഞ്ഞ, ബ്രദറെ നമ്മൾ ഒരുമിച്ച് ദിവസവും കൂടുന്നയാളാ. അങ്ങനെയാണ് നമ്മൾ 2 പ്രാർത്ഥനകൾ പല ജില്ലയിലും നടത്തിയത്. ആലോചിച്ച് നോക്കി. ആരെങ്കിലും, ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല കേട്ടോ. ഇനി വരാൻ പോകുന്ന മീറ്റിങ്ങുകളൊക്കെ അതുപോലെയാണ് പല രാജ്യങ്ങളിൽ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ദൈവത്തിന്റെ സൊല്യൂഷനുകൾ. പക്ഷെ കണ്ണാടിയിൽ നോക്കിയിട്ട് അതേപോലെ നിങ്ങൾ വിശ്വസിക്കണം. തന്റെ സ്വരൂപം മറന്നു പോകുന്ന വ്യക്തിയെ പോലെ ആകരുതേ. ആര് വന്നിന് എത്ര ദൈവദാസം വന്ന് തലേ കൈവച്ച് ഉരുട്ടിയിട്ട് പറഞ്ഞാൽ പോലും ദൈവവചനത്തിന് വിരോധമാണ്, പിടിച്ചേക്കരുത്. അയ്യോ ബ്രദർ നല്ല കറക്റ്റായിട്ടാണ് പറഞ്ഞ ദൈവദാസൻ, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന പോലെ അല്ല ദൈവദാസൻ പറഞ്ഞത്. അവിടെ പോകരുതേ. ഇവിടെ വന്നില്ലേലും കുഴപ്പമില്ല, ശ്രദ്ധിച്ചോണം. പൗലോസ്ലീഹ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതിന് വിപരീതമായി ഞങ്ങളാകട്ടെ. കാരണം ഞങ്ങൾ, ഇനി ഞാനാകട്ടെ എന്നതിൻ്റെ അർത്ഥം. വന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമാണെങ്കിൽ പിടിക്കരുത്, ശപിക്കപ്പെട്ടവനാ. അപ്പൊ വചനം കേട്ടിട്ട് നിങ്ങൾ അങ്ങനെയാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. സ്വർഗീയ നല്ല പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുത്തുന്ന നന്ദി പറയുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ വലിയ മഹത്വം അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടട്ടെ അപ്പാ. 1989 ഒക്ടോബർ മാസം 12-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ മേൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിയെ കർത്താവ് ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വീകരിച്ചാട്ടെ. സകല വിഷയത്തിന്റെ മേൽ നിന്നും ദൈവത്താൽ ഒരു സമാധാനത്തെ കർത്താവ് നിറയ്ക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ് ഇന്ന് വഴി തുറന്നു വരട്ടെ, നന്മ തുറക്കട്ടെ. ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ. കേട്ടില്ലേ സിസ്റ്ററെ? കേൾക്കാൻ പറ്റിയില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവിന്റെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ മഹത്വം അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. താങ്ക് യു ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിലേക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയുക. ഞാൻ ഈ മംഗളം എന്ന് പറയുന്ന ഒരു പഴയ ഒരു കലണ്ടർ, മംഗളം എന്ന് എഴുതിയേക്കുന്ന ഒരു പഴയ കലണ്ടർ വീടിൻ്റെ ഒരു മുറിയിൽ ഇപ്പോഴും തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ഭവനത്തിൽ, പ്രത്യേകിച്ച് ആ മുറിയിൽ ഇരിക്കുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട്
കർത്താവിൻ്റെ ഒരു വലിയ ഇടപെടിയിൽ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. കർത്താവ് ഒരു വാക്ക് പറയുകയാണ്, ആ കുടുംബത്തിൻ്റെ നിന്ദകളെ ദൈവം എടുത്തു മാറ്റി ദൈവത്താലുള്ള ഒരു വാതിലിനെ കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ഇന്ന് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ആ ഭവനത്തിലിരിക്കുന്ന വ്യക്തി ആ മുറികൾ ചെക്ക് ചെയ്യുക. ആ കലണ്ടറിനകത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല. കർത്താവ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ മേൽ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് അവിടെ വെളിപ്പെടുന്നല്ലോ. വലിയ പ്രവൃത്തികളെ കർത്താവ് ഞങ്ങൾ നയിക്കുന്നല്ലോ അപ്പ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഞാൻ തുറക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹാലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 2019 ഒരു ഡയറി, ആ ഡയറിയുടെ കൂട്ടത്തിൽ തന്നെ 2019 ഒരു ഡയറിയാണ്. ആ ഡയറിയുടെ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ഈ ഒരു ബ്രൗൺ കളറിലെ ഒരു ബുക്ക് പോലെ, ഡയറിയുടെ പോലെ തന്നെ ഷേപ്പിലുള്ള ഒരു ബുക്ക് പോലെ ഇരിക്കുന്ന, ഒന്നിൻ്റെ മുകളിലായിട്ടിരിക്കുന്ന ഒരു കുടുംബത്തെ, ആ വെച്ചിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, ആദ്യത്തെ 2-3 കുറച്ച് പേജുകളിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും അത് ചെയ്തിട്ടില്ല. ഞാൻ ആ ഒരു വ്യക്തിയെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടൊരു യാത്രയ്ക്ക് വേണ്ടി കുടുംബത്തിൽ നിന്ന് കർത്താവ് ഒരാളെ ഒരുക്കാൻ വേണ്ടി പോവാണ്. ദൈവത്താലുള്ളൊരു യാത്ര കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. സകല തടസ്സങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ആ കുടുംബത്തിന്റെ മേൽ നിന്നും മാറിപ്പോകട്ടെ. ദൈവികമായ പ്രവൃത്തികൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവിടെ സംഭവിക്കട്ടെ. നന്മ അവിടെ ഉണ്ടാകട്ടെ. സകല വിഷയത്തിന്റെ മേൽ കർത്താവിന്റെ സാക്ഷ്യം എന്ന് അവിടെ തുറക്കട്ടെ അപ്പ. നന്മയായി തീരട്ടെ, അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങളിപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. അനാവശ്യമായിട്ട് മൈക്ക് മ്യൂട്ട് മാറ്റി വെക്കുന്നവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. നന്ദി കർത്താവേ, ഞങ്ങളിപ്പോൾ തന്നെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് എന്നെ ഒരു കുടുംബത്തിൻ്റെ അകത്തൊരു മകനെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. അവനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് അവന് വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായൊരു പ്രവൃത്തി അവൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അവൻ്റെ പേര് മനുവെന്നാണ്. ആ മനു എന്ന് പറയുന്ന മകൻ ആ കുടുംബത്തിൽ തന്നെ മറ്റൊരു ആൺതലമുറയും കൂടെ കുടുംബത്തിൻ്റെ അകത്തുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് 2 ആൺതലമുറയുണ്ട്. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. പ്രത്യേകിച്ച് ഈ മകനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നപ്പ. സകലവിധമാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും ആ കുടുംബം വിടുതൽ പ്രാപിക്കട്ടെ. തലമുറകളുടെ ഭാവി സാക്ഷ്യമായി തീരട്ടെ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ തുറന്നു പ്രാർത്ഥിക്കുന്നു. നന്മയായി ഉയർച്ചയായി തീരട്ടെ അപ്പ. സകല വിഷയത്തിന്റെ മേലും ദൈവത്താലുള്ള സാക്ഷ്യം കർത്താവ് എന്ന കുടുംബത്തിന് മേൽ തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മയായിട്ട് കർത്താവെ കുടുംബത്തെ അങ്ങ് മാറ്റത്തിന് നന്ദി പറയുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവെ. അങ്ങയുടെ മഹത്വം ഇന്ന് അങ്ങ് തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ. നന്ദി കർത്താവെ. പരിശുദ്ധാത്മാവെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് എന്നെ മറ്റൊരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവ് ഒരു വാക്കിങ്ങനെ പറയുകയാണ്. ആ നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആധാരം, അതിൻ്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയെ വെളിപ്പെടാൻ വേണ്ടി പോവാണ്. ആ വ്യക്തി ആ വിഷയത്തിന് മേൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നഷ്ടപ്പെട്ടു പോകും എന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ അത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, അത് കടം വീട്ടി എടുക്കാൻ നിങ്ങളുടെ തുകയില്ല, പക്ഷെ കടം വീട്ടി എടുത്താലും അതിൻ്റെ മേൽ കുറച്ച് പ്രശ്നങ്ങൾ നിൽക്കുന്നൊരു സ്ഥലമാണ്. എന്നാൽ കർത്താവ് നഷ്ടപ്പെട്ടത് പോകത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കുന്നതിനെ കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റുമെന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ ഞാനത് തുറന്നു പ്രാർത്ഥിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വിനീത് എന്ന് പറയുന്ന ഒരു തലമുറയുടെ ഉള്ള ഭവനത്തിനെ കർത്താവ് സ്പർശിക്കുന്നു പറയുന്നു. വിനീത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്നൊരു സാക്ഷ്യമായിട്ട് ആ ഭവനം മാറട്ടെ. സകല വിഷയത്തിന്റെ മേലും ദൈവത്താലുള്ള സാക്ഷ്യം അവിടെ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സകല പ്രതികൂലങ്ങളും അവിടെ നീങ്ങട്ടെ. സകല പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ മാറി ദൈവികമായ പദ്ധതികൾ ഓരോ വ്യക്തികളുടെയും കുടുംബത്തിന് മേൽ തുറക്കട്ടെ.
അവിടെ നന്മയായി തീരട്ടെ, സാക്ഷ്യമായിട്ട് മാറട്ടെ. അപ്പ ഇന്ന് കർത്താവിന്റെ വചനം ഞങ്ങൾ വിശ്വസിക്കുമ്പോൾ, ഞങ്ങളത് കേൾക്കുമ്പോൾ, കർത്താവ് ഞങ്ങളുടെ മുമ്പിൽ കർത്താവ് ഇതുവരെ തുറക്കാത്ത വഴികൾ തുറന്നു വരും. ഇതുവരെ കാണാത്ത നന്മകൾ ഞങ്ങൾ കാണാൻ വേണ്ടി പോയി. ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ദൈവികമായ പ്രവൃത്തികളെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനാൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നല്ലോ. അപ്പ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുന്നപ്പ. വീണ്ടും കർത്താവ് എന്നോട് പറയുന്നു, 1988 ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റിൽ കാണുന്നൊരു കാഴ്ച ജൂൺ 12 എന്നൊരു ഡേറ്റ് അതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. അത് നിമിത്തം ദൈവികമായൊരു നന്മയെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് തുറക്കുന്നല്ലോ. വലിയ അത്ഭുതത്തെ കർത്താവ് അങ്ങ് തുറക്കുന്നല്ലോ. ഞാനൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. നന്മയായ കർത്താവ് അങ്ങ് തുറക്കുന്നല്ലോ. സാക്ഷ്യമായി കർത്താവ് അങ്ങത് മാറ്റുന്നല്ലോ. ഇപ്പോൾ ഞങ്ങളത് വിശ്വസിച്ച് അതിൻ്റെ മേൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നപ്പ. ആ തടസ്സങ്ങൾ നീങ്ങി സാക്ഷ്യമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ. അപ്പ ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ വലിയ മഹത്വത്തിനായി നന്ദി പറയുന്നു. അപ്പോൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ആ രോഗമുള്ള ഭാഗത്തോട്ട് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ കൈവച്ച് എന്നിട്ട് പറഞ്ഞ, കർത്താവെ, അങ്ങയുടെ മുറിവ് എൻ്റെ സൗഖ്യമാണ്. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. കർത്താവ് എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാണ്. ബൈബിളാകുന്ന കണ്ണാടിയിൽ എന്നെപ്പറ്റി പറയുന്നത് രോഗിയാന്നല്ല, രോഗം വന്ന് മരിക്കുമെന്നല്ല, രോഗം വന്ന് ഞാൻ തീരുവെന്നല്ല, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് ആരോഗ്യമുണ്ടെന്ന. ഇതാണ് സത്യം, ഇതാണ് എൻ്റെ സ്വരൂപം, ഇതാണ് എൻ്റെ ഭാവി, ഇതാണ് എൻ്റെ ജീവിതം. ആ കിടക്കമേൽ കടന്നുകൊണ്ട് രോഗക്കിടക്കയിലാണ് കിടക്കുന്നെങ്കിൽ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും അവിടെ ഇരുന്നുകൊണ്ട് പറയും, യേശു ക്രിസ്തുവിൻ്റെ വചനം കണ്ണാടി എന്നെ നോക്കിയിട്ട് പറയുന്നു, ഞാൻ രോഗിയല്ല, സൗഖ്യമായിരിക്കുന്നു. ബൈബിൾ പറയുന്നു ദിവ്യ ആരോഗ്യം എനിക്കുണ്ട്. രോഗബന്ധനങ്ങൾ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിലെ വേദനകൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുന്നു. ഈ നിമിഷം തന്നെ കർത്താവിൻ്റെ പ്രവൃത്തികൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ നിറയുന്നു, സൗഖ്യങ്ങൾ നിറയുന്നു. ഇപ്പോൾ ഈ രോഗശക്തികൾ വിട്ടും മുഴകൾ അപ്രതീക്ഷിതമായി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന പുതിയ അവയവങ്ങൾ, രോഗമായിരിക്കുന്ന അവയവങ്ങൾ മാറി പൂർണ്ണ സൗഖ്യമുള്ള അവയവങ്ങൾ ഉണ്ടായി വരട്ടെ. ബ്ലഡിലെ കൗണ്ടുകൾ സ്ഥിരമായി നോർമലായിരിക്കട്ടെ. ആയുഷ്കാലമൊക്കെയും അത് കർത്താവ് രോഗാവസ്ഥയിലേക്ക് മാറാതെ നോർമൽ കണ്ടീഷനിലേക്ക് സ്റ്റക്കാകട്ടെ. ഇപ്പോൾ ഞങ്ങളത് പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ സോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, SOBIN, സോബിൻ എന്ന് പറയുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉള്ളത്തിൽ പറയുകയാണ്. ഞാൻ ആ മകനെ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ ആ മകനൊരു സാക്ഷ്യമായി തീരട്ടെ. വലിയ പ്രവർത്തികൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കട്ടെ. എല്ലാ പ്രതികൂലങ്ങളും നീങ്ങി ദൈവത്തിൻ്റെ സാക്ഷ്യമായി യേശുവിൻ്റെ നാമത്തിൽ മകൻ്റെ ജീവിതം തീരട്ടെ. അപ്പോൾ നന്മയായി കർത്താവ് അങ്ങ് തീർക്കുന്നതിന് നന്ദി പറയുന്നപ്പ. സാക്ഷ്യമായിട്ട് കർത്താവ് ഇത് മാറട്ടെ. സകല വിഷയത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, അവരനുഭവിക്കുന്ന ഭാരങ്ങളൊക്കെയും അവരുടെ മുമ്പിൽ ദൈവപ്രവൃത്തികളായിട്ട് മാറട്ടെ. ഈ ദിവസങ്ങളിൽ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വിശാലത ഉണ്ടാകട്ടെ. തകർന്ന അവസ്ഥകൾ അത്ഭുതമായി തീരട്ടെ. തലമുറകൾക്ക് വേണ്ടി ഭാരപ്പെടുന്നവരുടെ ജീവിതം അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സാക്ഷ്യമായി മാറട്ടെ, അത്ഭുതമായി മാറട്ടെ. പറഞ്ഞു കേൾക്കുന്നുണ്ട്, പറഞ്ഞു. പറയാൻ വേണ്ടിയാണോ? ഉം 1988 ജനിച്ച എന്റെ മകനാ ബ്രദറെ. അത് ജൂൺ 12 ഒരു ഡേറ്റും പറഞ്ഞായിരുന്നു. ജൂൺ 12 എന്റെ ബർത്ത്ഡേ ആണ്. പിന്നെ അവന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തെ കുറിച്ച് എനിക്ക് അത്ര അറിയത്തില്ല. ജൂൺ 12 പിന്നെ ഒരു ഡയറിയുടെ കാര്യം പറഞ്ഞു. 2019 ഡയറി. ആ ഡയറിയിൽ ഞാൻ ആദ്യത്തെ കുറെ പേജുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് അങ്ങനെ തന്നെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ബ്രദർ. 2019 അല്ലേ സിസ്റ്ററെ? അതേപോലെ തന്നെ പേജുകൾ ആദ്യത്തെ കുറച്ച് പേജിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ, കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. കംപ്ലീറ്റ് ചെയ്തില്ല. ആദ്യത്തെ കുറച്ച് പേജസ് മാത്രമേ എഴുതുള്ളൂ. ദൈവവചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന മെസ്സേജസ് അല്ല. കർത്താവ് അത് കണ്ടു കേട്ടോ. അത് കൈവച്ച് യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ ദൈവ സാക്ഷ്യമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു.
അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹാലലൂയ. നന്ദി കർത്താവേ. ദൈവപ്രവർത്തികൾ ഒന്നൊന്നായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തികളുടെ മേൽ. ആ വിഷയങ്ങളുടെ മേൽ ദൈവികമായ പ്രവൃത്തികളെ കർത്താവ് അങ്ങ് ചെയ്യുന്നല്ലോ അപ്പ. നന്ദി കർത്താവേ. നന്ദി യേശുവേ. അങ്ങ് തൊട്ട് ഓരോ വ്യക്തികളുടെ മേലും അങ്ങ് വിടുതലുകളെ കൽപ്പിക്കുന്ന കൃപയ്ക്ക് തന്നെ അപ്പൊ ഈ ദിവസങ്ങളിൽ മറക്കരുത്, കണ്ണാടി നോക്കുന്നത് പോലെ. അപ്പൊ വചനത്തിന്റെ ഒത്തിരി പ്രത്യേകത നമ്മൾ കേട്ട്, വാള് പോലെയാണ്, തീ പോലെയാണ്, ഇരുവായ്ത്തലയുള്ള വാളാണ്, ജീവനും ഉള്ളതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അടുത്ത വാക്യത്തിൽ പറയുന്നത് കണ്ണാടി പോലെയാണ് വചനം. ഇതിലെഴുതപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ, ഇതിലെഴുതപ്പെട്ടിരിക്കുന്നതാണ് എൻ്റെ ജീവിതം, ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ ജീവിതം എന്ന് പ്രഖ്യാപിക്കുക. അതേപോലെ തന്നെ അങ്ങനെയാണ് നിങ്ങൾ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് ആർക്കെങ്കിലും ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ, സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിതച്ചിരിക്കുന്ന നന്മകൾ ദശാംശങ്ങളായിക്കോട്ടെ, കർത്താവിനുള്ള വിതകളായിക്കോട്ടെ, എല്ലാം യേശുവിൻ്റെ നാമത്തിൽ നന്മയാകട്ടെ. ജോലിയിലും ബിസിനസ്സിലും വർധനവുണ്ടാകട്ടെ. വായ്പ മേടിക്കത്തില്ല. ഞെരുക്കത്തിനോ തകർച്ചയ്ക്കോ സ്ഥാനമില്ല. ഒന്നും പാഴായി, ഒരു നന്മ പോലും പാഴായി പോകത്തില്ല. വർധനവുണ്ടാകും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയുവാനുള്ളവരുണ്ടെങ്കിൽ, ചുരുക്കം പ്രാർത്ഥനാ വിഷയമല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പറയുവാനുള്ള അവസരമാണ്. ദൈവകൃപയാൽ ദൈവിക ഇടപെട്ടവര്, ആലോചന ഒരേപോലെ ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരാൾ പറയുമ്പോൾ മറ്റൊരാളെ ഏറ്റെടുത്താൽ മതി. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഒരു കാര്യം ഇതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ ബ്രദറെ. ഹലോ കേൾക്കാമോ ബ്രദർ? കേൾക്കാമോ? പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? അത് എനിക്കൊരു അപേക്ഷയാണ്, എല്ലാവരോടും കൂടിയുള്ള അപേക്ഷയാണ്. ഇപ്പൊ ബ്രദർ നല്ലപോലെ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്ത് വരുന്ന സമയത്താണ് ഒരു 10 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു സഹോദരി ഇടയിൽ കയറി പറയുന്നത്. അപ്പൊ ദയവ് ചെയ്ത് ഇങ്ങനെ ആരും ആവർത്തിക്കരുതെന്നൊരു അപേക്ഷയാണ്. കാര്യം ബ്രദർ ഒരു പ്രാവശ്യം ഇതിൽ പറഞ്ഞതാ, ഇങ്ങനെ മറ്റുള്ളവർക്കും കൂടി ഉള്ള ഒരു പ്രവചന ആലോചനകൾ വരുന്ന സമയത്ത് നമ്മൾ ആലോചന ഏറ്റെടുത്ത് നടത്തുന്നതിന് അത് പിന്നീട് പറഞ്ഞാൽ മതി. അതായിരിക്കും ബെറ്റർ. ഒരു അപേക്ഷയാണ് എല്ലാവരും. ഓക്കെ, ടോംസൺ പറഞ്ഞത് തന്നെ. അടുത്ത പ്രാവശ്യം പോലെ നമ്മൾ കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്തതിന് ശേഷം, ഇനി മുതൽ അങ്ങനെയാണ്. ഇപ്പോൾ അന്യഭാഷ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇനി മ്യൂട്ട് ചെയ്ത് പറയുകയാണ്. അപ്പോൾ അതിന് ശേഷം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരെങ്കിൽ നിങ്ങൾ ഹാൻഡ് റേസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. എന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ ആണെങ്കിൽ ആലോചന ഏതാണെന്നുള്ളത്. അതാ കുറച്ച് നല്ല കാര്യം. വെച്ചാൽ നമുക്കത് മുന്നോട്ട് പോകാൻ പലപ്പോഴും കഴിയാതെ നമ്മൾ ചിലപ്പം നമ്മുടെ മ്യൂട്ടൊക്കെ മാറ്റാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലായിരിക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഡിസ്ട്രാക്ഷനുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവിക ആലോചനയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞു. ഇപ്പൊ സോബിന്ന് പറഞ്ഞൊരു പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ അത് ഞാൻ 2 ദിവസം മുമ്പ് ഞാനൊരു കുടുംബത്തിലെ ഒരു സിസ്റ്റർ, ഹസ്ബൻഡ് മരിച്ചുപോയ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ സിസ്റ്റർ മോനാണ് സോബിൻ. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ദൈവം അവന്റെ ജീവിതത്തിൽ ദൈവികമായ ഒരു സ്വസ്ഥത കൊടുക്കും. അവൻ്റെ ഉള്ളിൽ നിന്നും കർത്താവ് ചിലതിനെ മാറ്റി ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് പ്ലാൻ. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് ഒരു സ്വസ്ഥത കൊടുക്കും കേട്ടോ. കീബോർഡിനെ പറ്റിയിട്ടും ഒരു കളിപ്പാട്ടം, കുട്ടികളുടെ കളിപ്പാട്ടം, അതിന്റെ അടുത്ത് തന്നെ റോസ് കളറുള്ള ഒരു കളിപ്പാട്ടം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അത് എന്റെ വീട്ടിലാണ് ബ്രദറാക്കി. ഇന്നലെ അത് പറയാൻ പറ്റിയില്ല. ഒരു തലമുറകളുടെ മുകളിൽ ഒരു വെല്ലുവിളി എന്തോന്ന് പറഞ്ഞ പോലെ തോന്നി എനിക്ക് ബ്രദർ. സിസ്റ്ററുടെ ആ കളിപ്പാട്ടത്തിന്റെ, അതായത് കീബോർഡിന്റെ അടുത്ത് റോസ് കളറിലെ കളിപ്പാട്ടം നടക്കുന്ന സിസ്റ്ററുടെ വീട്ടിലായിരുന്നു അത്, ആ പറഞ്ഞ അടയാളം. അതെ അതെ കർത്താവിന്റെ ബന്ധപ്പെട്ട് തലമുറകളുടെ മേലുള്ള ചില വെല്ലുവിളികളെ ദൈവം എടുത്തു മാറ്റി അവരുടെ ഭാവിയെ ദൈവം തുറക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. അപ്പൊ ദൈവികമായിട്ട് ഭാവി ദൈവം തുറക്കാൻ വേണ്ടി. അപ്പൊ ദൈവികമായിട്ടുള്ള ഭാവി എന്ന് പറഞ്ഞാൽ യാക്കോബിനോട് തമ്പുരാൻ സംസാരിച്ചതുപോലെ തന്നെ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും എന്ന് പറഞ്ഞതുപോലെ ഉള്ള വർധനവിനെ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ്. ആ പ്രവചനം ഏറ്റെടുത്തോണം. കർത്താവ് അത് സ്വീകരിക്കും. നിങ്ങളുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ ആമേൻ. എന്തോ പറഞ്ഞു? കേൾക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഹലോ, ഞാനൊരു പ്രാർത്ഥന ചോദിക്കട്ടെ. എന്റെ ചെറിയ മോൾക്കാ, എന്റെ മോളെ കുട്ടിക്ക് ജൂൺ 2 ബർത്ത്ഡേ ആണ് ബ്രദറെ. ഒന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞതായി ഞാൻ ബ്ലസ് ചെയ്യുവാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമായിട്ട് തീരട്ടെ.
അനേകർക്കൊരു അനുഗ്രഹമാകട്ടെ, ദീർഘായുസ് ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ ബ്രദർ, ആ, മനു എന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡാണ്. മനുവിന് 2 ആൺപിള്ളേരും ഉണ്ട്, മക്കളാ 2 ആൺപിള്ളേര്. ഇപ്പം പറഞ്ഞിരുന്നു, ഏറ്റെടുത്തു. ഞാനത് ഏറ്റെടുക്കുന്നു. കർത്താവ് ആമേൻ. സാക്ഷിവാക്കും കേട്ടോ. അതെ, God bless. God താങ്ക് യു. bless. ആമേൻ. ബ്രദറെ ഞങ്ങൾക്ക് സാക്ഷിയുണ്ട്. ഇന്നലെ കാലത്ത് മുതലേ എന്റെ 2ാമത്തെ മോന് ഭയങ്കര പനിയെന്ന്. പനി എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളണ, ഈ മണ്ടയിലും ഭയങ്കര ചുട്ടുപൊള്ളണ പനി. കണ്ണുമുഖമൊക്കെ ഇങ്ങനെ വീങ്ങി വീർത്തിരിക്കണത്. ഞാൻ ഗുളിയൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ ഇന്നലെ ഈ നേരം വരെ ഭയങ്കര പനി, ഒന്നും കുറയുന്നില്ല. അപ്പൊ ഞാൻ ഈ പ്രയർ കേട്ടോണ്ടിരിക്കുമ്പോ അവന് മടിയിൽ കെട്ടിയിട്ട് ഞാൻ പറഞ്ഞു, വചനം വെച്ച് പറഞ്ഞു, അർച്ചിട്ട് പറഞ്ഞു, ഈ പ്രാർത്ഥന കഴിയുമ്പോഴേക്കും കർത്താവ് എന്റെ മോന് സൗഖ്യം കൊടുക്കും, ഞാൻ ഒരു അത്ഭുത സാക്ഷിയായിട്ട് പറയുന്നു പറഞ്ഞു. അങ്ങനെ വെച്ചാൽ നന്നായി പ്രാർത്ഥിച്ചു. എന്തിനും പറയാം, പ്രാർത്ഥന കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷെ അപ്പയ്ക്കും തന്നെ അവൻ ഇങ്ങനെ കുടുകുടാ വിശർത്ത് ആ പനി മുഴുവനും മാറിപ്പോയി. എന്നാലും സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഇതേവരയ്ക്ക് ഗുളിയും കഴിച്ചിട്ടും ഇല്ല, പനിച്ചിട്ടും ഇല്ല. അവൻ സുഖമായിട്ട് ഓടി കളിക്കണം ഇപ്പൊ ഇരുന്നിട്ട്. ഞാനത് ദൈവത്തിനകത്തിൽ വലിയ സാക്ഷിയായിട്ട് പറയുന്നത് ഞാൻ. ആമേൻ. തീർച്ചയായിട്ടും ഞാൻ ഒരു സാക്ഷിയോടെ കേൾപ്പിക്കാൻ മറന്നത്, നമുക്ക് പ്രെയർ ലൈനിൽ വന്നൊരു സാക്ഷ്യമാണ്. അതുകൂടെ ഞാൻ കേൾപ്പിച്ചിട്ട് നമുക്ക് ബാക്കിയാക്കാം. ഒരു സഹോദരി അയച്ചതാണ്. എനിക്കിന്നൊരു സാക്ഷ്യം പറയാനായിരുന്നു. ഞാൻ ഇന്ന് ചേച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ വീട്ടില് പറമ്പിലോട്ട് അങ്ങോട്ട് നടന്ന് പോയ സമയത്ത് എന്നെ പെട്ടെന്ന് എന്തോ ഇടത് കൈയുടെ മുട്ടിന് താഴെ എന്തോ ഒന്ന് കടിച്ചു. ഞാനിങ്ങനെ അപ്പോഴത്തേക്ക് കടിച്ചതെന്ന് പറഞ്ഞാൽ ഇല്ല, പട്ടി കടിക്കുന്ന കണക്ക് പറ അങ്ങ് കടിക്കുക. പുഴുവായിരുന്നോ കടന്തലായിരുന്നോ ഒന്നും എനിക്കറിയാൻ വയ്യ. ഞാൻ നോക്കിയപ്പോൾ കാണാം, എനിക്ക് അത് അനുഭവിക്കാം എന്ന് പറഞ്ഞാൽ അകത്തോട്ടൊക്കെ അങ്ങ് അതിൻ്റെ വിഷം പോലെ സ്പ്രെഡ് ആവുന്ന കണക്ക് എനിക്കങ്ങ് തോന്നി. കൈ നീര് വയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ ഓർത്ത്, അയ്യോ ഇനി ഞാൻ പോയി ഇതിനെതിരായി ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമല്ലോ എന്ന് പെട്ടെന്ന് ഓർത്തപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വചനം വന്നത്, നിന്റെ ഒരു ബാധയും നിന്റെ കൂടാരത്തെ അടുക്കുകയില്ല എന്ന്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കൈ തടവിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കൂടാരത്തിൽ ഒരു ബാധയും അടുക്കത്തില്ല, അപ്പം ഇതൊന്നും എനിക്ക് ബാധിക്കത്തില്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണും, ആ തടിച്ച് വന്നതും വേദനയും അങ്ങ് വല്ലാത്ത വേദനയൊക്കെ വന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ വചനം പറഞ്ഞു, അപ്പോഴേ അതങ്ങ് മാറിപ്പോയി. പിന്നെ എനിക്ക് ഒരു ഇതും വന്നില്ല. നല്ല കൈയൊക്കെ അങ്ങ് വേദനിച്ച് വരുമായിരുന്നു മൊത്തത്തിൽ. ഞാൻ വിചാരിച്ച് എല്ലാം നീര് വന്ന് ഇതായി പോകുന്നു, പക്ഷെ ഒന്നും വന്നില്ല. ഈ വചനം പറഞ്ഞു, അപ്പോഴേ മാറി. ആമേൻ. പ്രിയ സിസ്റ്റർ പറഞ്ഞ സാക്ഷി നമുക്ക് നയിക്കപ്പെട്ട സാക്ഷി ഒന്ന് കേൾപ്പിക്കാൻ കാരണം, അത് പറഞ്ഞ പോലെ തന്നെ കടിച്ചു, അത് എന്തോ വിഷമുള്ള എന്തോ ഇതായിരുന്നു. അത് ശരീരത്തിലേക്ക് ഭയങ്കര കടുകടുപ്പും വേദനയും, അത് പറഞ്ഞത് ഒരു നായ കടിക്കുന്നത് പോലെ വേദന. അപ്പൊ നമുക്കറിയാം, ചെറിയ വല്ലോ പ്രാണിയോ മറ്റോ കുത്തുന്ന പോലെയല്ല, അതുപോലെ അസഹ്യമായ വേദന കയറാൻ തുടങ്ങി, ശരീരത്തിൽ തളർച്ചകൾ ഉണ്ടാകാൻ തുടങ്ങി, ശരീരം തടിച്ചു വരാൻ തുടങ്ങി, നീര് വെക്കാൻ തുടങ്ങി. ആ സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന്, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ എടുക്കത്തില്ല, ഒരു അനർത്ഥവും എനിക്ക് വരത്തില്ല എന്നുള്ള വചനം പറഞ്ഞങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ തടിച്ചു പൊങ്ങി വന്നത് മുഴുവനും ചുങ്ങിപ്പോവുകയും നിമിഷ നേരം കൊണ്ട് ആ വേദന അപ്രതീക്ഷിതമാകുകയും ആ നീര് പോലെ വന്നതും തളർച്ചയൊക്കെ നിമിഷ നേരം കൊണ്ട് പോകാൻ ഇടയാത്തവരും. നമുക്കറിയത്തില്ല മറ്റു വിഷമുള്ളതാണോ വിഷമാണോ പകരുന്നത് അറിയത്തില്ല. പക്ഷേ ഒരു അനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ പ്രവേശിക്കത്തില്ല എന്ന് പറഞ്ഞ നിമിഷം തന്നെ അത് മുഴുവനും പറ്റിപ്പോകാൻ ഇടയായി തീർന്നു. കർത്താവ് പ്രവർത്തിച്ച വലിയ ശക്തിക്കായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ സാക്ഷിയുള്ളവർക്ക് പറഞ്ഞാട്ടെ. എനിക്കൊരു സാക്ഷി പറയാനായിട്ട് പറഞ്ഞു. ഞാൻ ഒരാൾ പറയുമ്പോൾ മറ്റൊരാളെ ഒരു മിനിറ്റ് സിസ്റ്റർ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഒരാൾ പറയുമ്പോൾ ഞാൻ മറ്റൊരാളെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരൊന്ന് വെയിറ്റ് ചെയ്യണം. പറഞ്ഞോണ്ട് സിസ്റ്റർ. ഓക്കെ, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ബ്രദറെ. ഞാൻ നേരത്തെയൊക്കെ ക്ഷണിച്ചിട്ടുള്ളതാണ്, വീൽ ചെയറിലാണ്. പക്ഷേ എങ്കിൽ എന്റെ ചരിത്രം നോക്കുമ്പോൾ ഇപ്പൊ ട്രിവാൻഡ്രത്ത് ഭയങ്കര മഴയാണ്. എനിക്ക് ഒരു ദിവസം മഴ പെയ്താലും എന്റെ ബോഡി ഫുൾ തണുത്തിട്ട് ഞാൻ കമ്പിളിയില് ഫുൾ പുകച്ച ഇരിക്കാറുള്ളത്. ഉള്ളംകാലൊക്കെ ഭയങ്കര തണുപ്പെന്നുവെച്ചാൽ ആരോഗ്യമില്ലാത്ത ഒരു ശരീരമായിരുന്നു. പക്ഷെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഞാൻ എപ്പോഴും ഉറക്കത്തിലാണെങ്കിൽ എപ്പോഴും യേശുവിന്റെ മുറിവിൽ എനിക്ക് ജീവന്റെ സമൃദ്ധി, ദിവ്യ ആരോഗ്യം ഉണ്ടെന്ന് ഞാൻ പ്രഖ്യാപിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ നോക്കാം, ട്രിവാൻഡ്രത്തിൽ 1.5 ആഴ്ചയൊക്കെ നല്ല മഴയാണ്.
ഭൂമി നല്ല തണുത്ത്. പക്ഷെങ്കിൽ എനിക്ക് തണുപ്പെന്ന് പറയുന്നത് എന്റെ ബോഡിക്കില്ല. എന്റെ ബോഡിക്ക് നല്ല ആരോഗ്യം വന്നു. എനിക്ക് ഇപ്പൊ കമ്പിളി പുതയ്ക്കണ്ട, നോർമൽ ഷീറ്റ് പുതച്ചാൽ മതി. ഇപ്പോഴാണെങ്കിൽ കുറച്ച് മുന്നേ എനിക്ക് ഫാന് ഞാൻ എന്റെ റൂമിൽ സാധാരണ ഇടത്തേ ഇല്ല ഞാൻ. കാരണം എനിക്ക് തണുപ്പായ കാരണം എന്റെ റൂമിൽ ഞാൻ ഫാൻ ഇടാൻ സമ്മതിക്കത്തില്ല. പക്ഷെങ്കിൽ ഇച്ചിരി മുന്നേ ഞാൻ നന്നായിട്ട് ഞാൻ പ്രേയറിന്റെ ഇടയ്ക്ക് വേർത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞു ഫാൻ ഇടാൻ. അപ്പൊ ഹസ്ബൻഡ് വിചാരിച്ചു ഹോളിലായിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇരിക്കുന്ന മുറിയില്ല. ഇപ്പോഴേ അഭിഷേക് ഇങ്ങനെ നോക്കുന്നു. കാരണം ഈ മഴ സമയത്തൊന്നും ഞാൻ ഫാൻ ഇടത്തേ ഇല്ല. അത്രമാത്രം ദൈവം എന്റെ ജീവിതത്തില് ഒത്തിരി എന്റെ ശരീരത്തിൽ ആരോഗ്യവും ബലവും ഒക്കെ ദൈവം തന്നു. തണുപ്പത് യേശുവിനില്ല. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത്, ഞാന് എണീറ്റ് നടന്ന് ഭൂമിയുടെ അറ്റത്തോളം ഞാൻ പോയിട്ട് യേശുവിന്റെ ഒരു സാക്ഷിയെ തീർക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ബ്രദർ. താങ്ക് യു. ആമേൻ. തീർച്ചയായിട്ടും പ്രൈസ് പറഞ്ഞു. നടക്കും സിസ്റ്റർ, ഇനി പറഞ്ഞോണം, ഞാൻ നടക്കും. ഞാൻ ബൈബിളിൽ പറഞ്ഞ പോലെ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം എപ്പോഴും പറഞ്ഞു, ആ മനുഷ്യൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് വീൽ ചെയർ നിന്നിട്ട് നടക്കുക. ഇതൊരു തുടക്കമാണ്. പ്രിയസ് പറഞ്ഞു പറഞ്ഞാൽ മഴ വന്നാൽ പെട്ടെന്ന് തന്നെ കുളിരും തണുപ്പും ഒക്കെ വരുന്ന ഒരു അവസ്ഥയായിരുന്നു. പനി പെട്ടെന്ന് പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ടെന്നും ആരോഗ്യമുണ്ടെന്നും വിളിച്ചു പറയുവാൻ തുടങ്ങിയ നിമിഷം മുതൽ പറഞ്ഞ പോലെ ഇത്രയും മഴ വന്നിട്ടും സാധാരണ പെട്ടെന്ന് ബുദ്ധിമുട്ടുന്ന ആളാണ്. ഒന്നും വേശുന്നില്ല. കർത്താവ് ആരോഗ്യം അകത്ത് വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സിസ്റ്ററെ അതേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ നാമത്തിൽ ഞാൻ എണീറ്റ് നടക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് പറയുകയും കൈകളെ ചലിപ്പിക്കുവാൻ തുടങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ മേൽ ബലം വ്യാപരിക്കും. അപ്പോസ്തല പ്രവൃത്തി പൗലോസ്ലീഹ പറഞ്ഞ പോലെ കാലൂന്നി എണീക്കാന്ന് പറഞ്ഞപ്പോൾ ആ നരിയാണി ഉറച്ചതുപോലെ കർത്താവ് അതിനെ ഉറപ്പിക്കും. വചനം അതിനെ ഉറപ്പിക്കും. സാക്ഷ്യമായിട്ട് മാറും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും കർത്താവ് അത്ഭുതങ്ങളാൽ നിറയ്ക്കും. നമുക്ക് ട്രിവാൻഡ്രത്ത് സാക്ഷ്യമായിട്ട് തന്നെ കർത്താവ് കാണിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു കാര്യം പറഞ്ഞോ. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഞാൻ എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാനിപ്പോൾ കുറേ വർഷം കൊണ്ട് വീട്ടിനകത്ത് ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ്. ഞാനിന്ന് ആദ്യമായിട്ടാണ് ഈ സൂമിലോട്ട് കയറിയത്. അപ്പോൾ ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നു, പക്ഷെ വീട്ടിനകത്ത് ശരിക്കും മടഞ്ഞു പോയ ഒരവസ്ഥയാണ്. ഒന്ന് പ്രാർത്ഥിക്കാമോ ബ്രദറെ? കർത്താവ്, ഞാൻ ഇന്ന് ബ്ലസ് ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ബ്രദറെങ്കിലും ഞാൻ ബ്ലസ് ചെയ്യുവാണ് യേശുവിന്റെ നാമത്തിൽ. പ്രിയമകന്റെ ഭാരം ദൈവം അറിയുന്നല്ലോ. ആ വീടിന്റെ അകത്ത് അടയപ്പെട്ട അവസ്ഥയിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. എന്നാൽ കർത്താവ് ഞങ്ങൾക്ക് തുണ, ഞങ്ങൾ പേടിക്കുകയില്ല. മനുഷ്യൻ ഞങ്ങളോട് എന്തു ചെയ്യുമെന്ന വചനത്താൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ വലിയൊരു മനസ്സമാധാനം പ്രിയമകന്റെ ഉള്ളത്തിൽ കൊടുക്കട്ടെ. വലിയൊരു സമാധാനം ഉള്ളത്തിൽ നിറയട്ടെ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിന്റെ സമാധാനവും ഉള്ളത്തിൽ നിറഞ്ഞ് കർത്താവിനാലുള്ള എല്ലാ വഴികളും തുറന്നു വരട്ടെ. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ നന്മകളാൽ കർത്താവ് അങ്ങ് നിറയ്ക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ നന്മയായി കർത്താവ് അത് മാറ്റുന്നതിന് നന്ദി പറയുന്നപ്പ സാക്ഷ്യമാക്കി കർത്താവ് തീർക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. വളരെ കർത്താവ് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. സൈമൺ എന്നുള്ളൊരു പേര് കുറിച്ച് വെച്ചാണ്. ദൈവ ആ വ്യക്തി മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തൊരു വാതിൽ തുറക്കും കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ. ബ്രദറെ, എനിക്കൊരു ജോലിയുടെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ജോലി ശരിയായി. പക്ഷെ എനിക്കൊരു എക്സാം ഉണ്ട്. അതിന്റെ ഡേറ്റ് വന്നിട്ട് ഓഗസ്റ്റ് 7-നാണ്. അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി പോയി. എങ്ങനെ ഞാൻ ക്ലാസ്സിന് പോകുമ്പോൾ എങ്ങനെ പഠിക്കാം, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ, ഭാരപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വർഗീസ് ബ്രദറിനെ വിളിച്ചപ്പോൾ ബ്രദർ എന്നെ വചനത്തിലൂടെ കുറെ കാര്യങ്ങൾ എന്നോട് സംസാരിച്ച് വചനം കുറെ പറഞ്ഞു. അതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ച് അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഇന്ന് സ്കൂളിലേക്ക് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ ഹാഫ് ഡേ മാത്രം വന്നാൽ മതി, അതായത് ഉച്ച വരെ വന്നാൽ മതി, 3 ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പഠിക്കാൻ ഉള്ളൊരു സൗകര്യം കൂടി ആയി. കാരണം അതൊരു വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നു. കാരണം എനിക്കത് ഞാൻ പ്രാർത്ഥിച്ച് വാങ്ങിയത് ഒരു ചാൻസ് എനിക്ക് തരണേ കർത്താവ് പരീക്ഷ എഴുതാനായിട്ടെന്നുള്ള ലാസ്റ്റ് ചാൻസ് ആണ് എൻ്റെ. അപ്പോൾ രണ്ടും കൂടെ എനിക്ക് കൊണ്ടുപോകാനുള്ളൊരു കൃപ ദൈവം തന്നു. അതിനാ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും കർത്താവ് കൊടുത്ത ആ സാവകാശത്തിന് നന്ദി, ദൈവം കൊടുത്ത വിശാലതയ്ക്ക് നന്ദി. ഇനിയും പറഞ്ഞോണം, ഞാൻ കർത്താവിന്റെ സാക്ഷിയായിത്തീരും, അനേകർക്കൊരു അതിശയമായിത്തീരും, ഞാനൊരു അത്ഭുതമായി തീരും എന്ന് തന്നെ പറഞ്ഞോണം. കർത്താവ് അതിന്റെ മേൽ ജയകരമായ മാറ്റത്തിൽ തരും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹലോ പാസ്റ്റർ, പറഞ്ഞോ. എനിക്കൊരു സാക്ഷിയുണ്ട്. എൻ്റെ ചേച്ചിയുടെ മോന്റെ പേര് മനു എന്നാണ്. അവനൊരു മൂത്ത സഹോദരനുണ്ട്. അവര് വിവാഹം കഴിഞ്ഞു. ആ ഫാമിലി വലിയ പ്രോബ്ലം
പ്രോബ്ലത്തിലാണ്, ഡൈവേഴ്സിന്റെ വക്ക് പോലെ ആയി. പക്ഷേ ഇപ്പോഴ് പിരിഞ്ഞാണ് ഇരിക്കുന്നത്. ആ ചേച്ചിയുടെ കുടുംബത്തിൽ ഒരു വലിയ നന്മ ദൈവം കൊടുക്കണം. മക്കളില്ല, അവർക്ക് മക്കളുണ്ടാവണം. അതിനുവേണ്ടി പ്രാർത്ഥനയും ചോദിക്കും. തീർച്ചയായിട്ടും സഹോദരി അത് ഏറ്റെടുത്തോണം. കർത്താവ് അത് സാക്ഷ്യമായിട്ട് മാറ്റും. എല്ലാ ദിവസവും പറഞ്ഞോണം, കർത്താവ് ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ ഞങ്ങൾ അതിശയിക്കുന്ന രീതിയിൽ ദൈവത്താൽ അത്ഭുതകരമായ മാറ്റം ഞങ്ങൾ ആ കുടുംബത്തിൽ കാണും. ഞങ്ങൾ ആ സാക്ഷ്യമായിട്ട് തന്നെ ഞങ്ങളത് കാണുമെന്ന് പറഞ്ഞോണം. കർത്താവ് വലിയ പ്രവൃത്തി അത് നടക്കും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ അതെ. സാക്ഷ്യമായിട്ട് തന്നെ മാറും. ഓ. God bless you. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? പറഞ്ഞു ബ്രദർ ഹലോ, എനിക്ക് പറഞ്ഞു സാക്ഷ്യം പറയാം. ഹലോ പറഞ്ഞു ബ്രദർ. കേൾക്കുന്നുണ്ട്, പറഞ്ഞു. പിന്നെ ബ്രദർ, എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. പക്ഷെ ഞാൻ എന്നും വാഗൊണ്ട് ഉരുവിട്ട് പ്രാർത്ഥിക്കും. ഞാൻ വായ്പ വാങ്ങത്തില്ല, ഞാൻ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കും എന്ന് വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ എന്നാലും എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിന്റെ ഇതില് എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും എല്ലാം വിരൽത്തുമ്പത്ത് വന്നിട്ട് അതാ ഇതാ നടക്കും എന്നുള്ള ഇത് വരുമ്പോഴും നടക്കാത്ത അവസ്ഥകളിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പക്ഷെ എന്റെ ഓരോ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അത് പക്ഷെ അതും പിന്നെ മകളുടേന്നായാലും മറ്റ് ഏത് രീതിയിലെങ്കിലും മറിയൽ തിരിയൽ നടത്തി മകൾക്ക് കോളേജ് ഫീസ് അടയ്ക്കാനായാലും ഇപ്പൊ ഫീസ് അടച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഉടൻ തന്നെ മകൾക്ക് ഓഗസ്റ്റില് നാട്ടിൽ ലീവിന് വരണം 2 മാസം. അപ്പൊ അതിന് പ്ലെയിൻ ടിക്കറ്റ് അടയ്ക്കണമായിരുന്നു. അതിനും ഉടൻ തന്നെ എല്ലാം അവളെ കൂടെയുള്ളവരൊക്കെ അടച്ചപ്പോ അവൾക്കും അടയ്ക്കണമെന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു. അതും അടയ്ക്കാൻ കർത്താവ് കൃപ ചെയ്തു. പക്ഷെ അതും പിന്നെ അതൊരു എന്താ പറയാ, അതൊരു ബജാജിന്ന് ഒരു ലോണായിട്ടാണ് മൊബൈലിൽ നിന്ന് എടുത്ത് ആ ക്യാഷ് എടുത്തത്. പക്ഷെ എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര ഒരു കുറ്റബോധം പോലെയുണ്ട്. ഞാൻ വായ്പ വാങ്ങത്തില്ല, ഞാൻ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കും എന്ന് വചനം പറഞ്ഞിട്ട് ഞാൻ ഇത് വാങ്ങുകയാണ്. അത് തെറ്റാണെന്ന് എനിക്ക് അറിയാം ബ്രദർ. പക്ഷെ എന്റെ ദൈവം എനിക്ക് ഒരിക്കലും കുറവ് വരുത്തത്തില്ല. കാരണം ബ്രദർ അല്ല, എന്റെ ഏത് പ്രതിസന്ധി വന്നായാലും എന്റെ കർത്താവ് എന്നെ ഇതുവരെ നടത്തുന്ന കർത്താവാണ് എനിക്കുള്ളത്. അതുപോലെ ലാസർ മരിച്ച് 4 ദിവസമായിട്ട് കുടുംബക്കാരും നാട്ടുകാരും എല്ലാരും ഇനി തിരിച്ചു വരില്ല, ഇനി ഒരിക്കലും ഇനി തിരിച്ചു വരില്ല, നഷ്ടപ്പെട്ടു എന്ന് വിധി എഴുതിയെടുത്ത് എന്റെ കർത്താവ് ആ ലാസറിനെ 4-ാം നാളിൽ ചീഞ്ഞളിഞ്ഞ് നാറ്റം വെച്ച ആ ലാസറിനെ കർത്താവ് ആ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവിന് നമ്മുടെ ഏത് വിഷയായാലും എല്ലാം തീർന്നുപോയി, ഇനി അവസാനിച്ച് ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച പോലും എന്റെ കർത്താവിന് എന്റെ കർത്താവ് എന്നെ ഉയർത്തും എന്നുള്ള തീർച്ചയായിട്ടും കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വഴി തുറക്കും. നമ്മുടെ സാഹചര്യം ഞാനിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാഹചര്യം ഇപ്പം നമ്മൾ വായ്പ മേടിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിലും നമ്മൾ വിളിച്ചു പറയണം, കർത്താവെ ഞാൻ വായ്പ മേടിക്കത്തില്ല. നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം, നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാ, നമ്മൾ ഈ വിതയ്ക്കുന്ന വചനം ഇപ്പൊ കൺമുമ്പിൽ അത് കണ്ടില്ലെങ്കിലും ആ വചനം നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ നാമത്തിൽ ദൈവികമായ വഴിത്തിരിവായിട്ട് വരും. നമുക്കറിയാം, ബൈബിൾ പറഞ്ഞ പോലെ തന്നെ പ്രവാചകൻ യശയ്യാവിന്റെ പറയുന്നുണ്ട്, ഏലിയാവ് പറയുന്നുണ്ട്, നീ പോയി അവിടെ മേഘം കാണാൻ നോക്കും, മഴയുടെ മേഘം കാണുന്നുണ്ട് നോക്കും. 7 വട്ടം അവൻ നോക്കിയിരുന്നു. 1 വട്ടം പറഞ്ഞ് കണ്ടില്ല, 2 വട്ടം പറഞ്ഞ് കണ്ടില്ല, 7 പ്രാവശ്യം, 7-ാം പ്രാവശ്യം അവിടെ മേഘം കണ്ടു, വലിയൊരു മഴ അവിടെ ഉണ്ടായെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. സാഹചര്യം ഇല്ല എന്നുള്ളതായിരിക്കാം, പക്ഷെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അത് വഴി തുറക്കും. അത് നമ്മുടെ മുമ്പിൽ തുറക്കുക. ആ പ്രതീക്ഷയോടെ വേണം പറഞ്ഞുകൊണ്ടിരിക്കാൻ. അത് നമ്മുടെ മുമ്പിൽ തുറക്കുക തന്നെ ചെയ്യും. അത് ഏത് സമയത്ത് സംഭവിക്കാം. ദൈവികമായ വഴിത്തിരിവ് ഏത് സമയത്ത് സംഭവിക്കാം. കർത്താവിന്റെ നാമത്തിൽ നമ്മളെ ക്ഷീണിപ്പിക്കുന്ന മടുപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ അത് നോക്കാതെ, ഇല്ല ഇന്ന് ചിലപ്പോൾ ഞാൻ അവസ്ഥയെ മേടിച്ചു പോയായിരിക്കും വായ്പ, പക്ഷെ ഉറപ്പായ കാര്യമാണ് ഇന്ന് ഞാൻ മേടിച്ചു കൊടുത്തല്ല ഞാൻ മാനിക്കപ്പെടും. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി തന്നെ ദൈവം മാറ്റും. കർത്താവ് അനുഗ്രഹിക്കട്ടെ.
ഹലോ ബ്രദർ. ഹലോ പറഞ്ഞു ഹലോ ബ്രദർ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ബ്രദർ, എൻ്റെ പേര് ജെസ്സി സാംസൺ എന്നാണ്. ഞാൻ പത്തനംതിട്ട വിളിക്കുന്നത്. ഞാൻ രണ്ടു ദിവസം കൊണ്ട് നോക്കുന്നുണ്ട് ബ്രദറിനെ വിളിക്കാൻ. ബ്രദർ, എനിക്ക് 4ാമത്തെ കീമോ എടുത്തതിന് ശേഷം എൻ്റെ WBC നോക്കുമ്പോൾ എനിക്ക് 1000 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഞാൻ ഗ്രാഫീലിൻ്റെ ഇഞ്ചക്ഷൻ എടുത്ത് അത് നോർമലായി. പക്ഷെ വീണ്ടും 5ാമത്തെ കീമോ എടുത്തപ്പോൾ എനിക്ക് വീണ്ടും WBC ലോ ആയി, 1000 പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവർ വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പോയില്ല. അവർ 8ാമത്തെ ദിവസമായിരുന്നു അത് എടുത്തത്. വീണ്ടും 10ാമത്തെ ദിവസവും നോക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് WBC ഞാൻ അന്ന് ഞാൻ ലേഡീസ് മീറ്റിംഗ് ഇങ്ങനെ സൂമിൽ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അൻസു സിസ്റ്റർ ആയിരുന്നു അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അജിത സിസ്റ്ററിനെ വിളിച്ചു. അജിത സിസ്റ്റർ പറഞ്ഞു, അജിത സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ അൻസു സിസ്റ്ററെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അൻസു സിസ്റ്ററെ വിളിച്ചു. ഉടനെ എനിക്ക് അൻസു സിസ്റ്റർ അത് എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 10ാമത്തെ ദിവസം നോക്കിയപ്പോൾ WBC കൗണ്ട് എനിക്ക് കൂടി. ഞാനത് അൻസു സിസ്റ്ററോട് ഞാനത് വിളിച്ചു പറഞ്ഞു. പക്ഷെ എനിക്ക് ഇപ്പോൾ എൻ്റെ കൈയുടെ ഇവിടെ ഇങ്ങനെ മുഴ പോലെ വന്നിട്ടുണ്ട്. ഈ 5ാമത്തെ കീമോ എടുത്തതിന് ശേഷം 3-4 ദിവസം കൊണ്ട് എനിക്ക് പനിയുമുണ്ട്. പക്ഷെ ഞാൻ പാസ്റ്ററുടെ ഈ വചനം എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്വഭാവം അനുസരിച്ചാണ് എനിക്ക് ഭയമുണ്ട്, ഇങ്ങനെ മുള്ളു പോലെ കുത്തുന്നവ. പക്ഷെ എനിക്ക് ഈ വചനം പാസ്റ്റർ കേട്ട് കഴിഞ്ഞ പിന്നെ ഞാനിപ്പോൾ പനി കാണിക്കാൻ പോയിട്ടില്ല. എറണാകുളത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോളാണ് കൊണ്ടുവന്നത്. മോള് വീട്ടിലിരുന്ന് അവള് ദുബൈയിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പൊ എന്നെ പ്രതി ഇവിടെ വന്നതാ. അപ്പൊ അവൾക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എറണാകുളം വരെ. അപ്പോഴേ എന്നോട് പറഞ്ഞ മമ്മി എന്നാ പരുമല ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കാണിച്ചിട്ട് തന്നെ കാണിച്ചാൽ മതി, കുഴപ്പമില്ല, അത് നോർമൽ ആയിക്കോളും. ഇന്ന് ഡോക്ടറെ വിളിച്ച് പറഞ്ഞു 6ാമത്തെ കീമോ എടുക്കാൻ പോകുന്നുണ്ട് 5-ാം തീയതി. അപ്പൊ അന്നേരം വന്ന് കാണിക്കാൻ പറഞ്ഞു. ആ മോടി അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. പനി പക്ഷേ എനിക്ക് മാറി. അപ്പോൾ ഞാൻ 3-4 ദിവസം കൊണ്ട് ഇത് പാസ്റ്ററോട് പറയാൻ വേണ്ടി ഒരുങ്ങ. നേരത്തെയാണ് എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ഇങ്ങനെ. പക്ഷെ ഇപ്പം കർത്താവിന്റെ ആ വചനം കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി വിശ്വാസത്തിലോട്ട് എനിക്ക് അത് ഉറപ്പിക്കുന്നുണ്ട്. അപ്പം പാസ്റ്റർ എനിക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കണം. കൈയുടെ മുഴയെല്ലാം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൈ വെച്ച് പറഞ്ഞോണം, കർത്താവ് എൻ്റെ മുഴ ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവ് എനിക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് ഈ മുഴയ്ക്ക് എൻ്റെ മേൽ അവകാശമില്ല. കൈ വെച്ച് പറഞ്ഞോണം, മുഴ യേശു അനുഭവിച്ചതാണ്. ഈ മുഴ എനിക്ക് ആവശ്യമുള്ളതല്ല. കർത്താവ് എൻ്റെ മുഴ മാറ്റിയിരിക്കുന്നതിന് നന്ദി എന്ന് മാത്രം വേറെ ഒന്നും പറയണ്ട. അത്രയും മാത്രം പറഞ്ഞാൽ മതി. അതവിടെ കാണത്തില്ല. യേശു അത്ഭുത മന്ത്രിയാണ്. അതവിടെ അത്ഭുതമാക്കി തന്നെ കർത്താവ് മാറ്റും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന എന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നമുക്ക് ബാക്കി സാക്ഷ്യങ്ങൾ തുടർമാനമായിട്ട് കേൾക്കാം. ഇന്ന് രാത്രിയിൽ UK ടൈമിൽ 8 മണിക്കാണ്, ഇന്ത്യൻ സമയത്ത് 12:30 ചിലർ പ്രാർത്ഥന കൂടണമെന്ന് ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി, പ്രത്യേകിച്ച് UKക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കുന്നതാണ് അന്യഭാഷയിൽ കൂടാൻ. നാളെ നമുക്ക് ലേഡീസ് മീറ്റിംഗ് ഉണ്ട്. ടൈം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ സമയം തന്നെയാണ്. ഒന്നുകൂടെ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. നാളെ വൈകുന്നേരം വെള്ളിയാഴ്ചയാണ്. അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. നാളെ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം. ഞാൻ രണ്ടിൻ്റെയും, ഇന്നത്തെ വൈകിട്ടത്തെ പ്രാർത്ഥനയും നാളത്തെ പ്രാർത്ഥനയും ലിങ്ക് ഇട്ടേക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാവരും ഉള്ളപ്പോൾ പറയണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അനുഭവിക്കുവാൻ ദൈവം ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ